ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون. ومن نعمره ننكسه في الخلق فلا يعقلون. وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين. صدق الله مولانا العلي العظيم. صدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. الحمد لله. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കട്ടെ, നമ്മുടെ ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കട്ടെ, നമ്മുടെ ജ്യേഷ്ഠനുജന്മാർ, അനുജത്തിമാർക്ക്, ജ്യേഷ്ഠത്തിമാർക്കൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മുടെ അയൽവാസികൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് ദുആഇന് ഉത്തരം കിട്ടുന്ന മജ്ലിസായി അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ മരിച്ചുപോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. രോഗികൾക്ക്, നമ്മളുമായി ബന്ധപ്പെട്ട ദുആയിരക്കാൻ ഇവിടെ അപേക്ഷിച്ചിട്ടുള്ളവരും അല്ലാത്തവരുമായ എല്ലാ രോഗികൾക്കും അല്ലാഹു എത്രയും പെട്ടെന്ന് പരിപൂർണ്ണ ശിഫ നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. സൂറത്ത് യാസീനിലെ 68ാമത്തെ ആയത്താണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. വമൻ നുഅമ്മിറുഹു നുനക്കിസുഹു ഫിൽ ഖൽഖി അഫലാ യഅഖിലൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ നുഅമ്മിറുഹു നുനക്കിസുഹു ഫിൽ ഖൽഖി അഫലാ യഅഖിലൂൻ. ആർക്കാണോ നമ്മൾ ആയുസ്സിൽ വർധനവ് കൊടുക്കുന്നത്, ആർക്കാണോ നമ്മൾ ദീർഘായുസ് കൊടുക്കുന്നത്, നുനക്കിസുഹു ഫിൽ ഖൽഖി, അവരുടെ സൃഷ്ടിപ്പിൽ നാം അവരെ തുടക്കത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. അഫലാ യഅഖിലൂൻ, അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? ഉംറ എന്ന് പറഞ്ഞാൽ ആയുസ്സാണ്. ഉംറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ബഖാഉൽ ജസദി ഫി ഹയവിയതിഹി, നമ്മുടെ ശരീരം അതിന്റെ പരിപൂർണ ആക്റ്റീവ്നെസ്, നമ്മുടെ ശരീരത്തിന്റെ പരിപൂർണമായ സജീവതയോടുകൂടെ എത്ര കാലം നിൽക്കുന്നുവോ അതിനാണ് ഉംറ എന്ന് പറയാം. എന്നും നിലനിൽക്കുക എന്നതിന് ബഖാ എന്നാണ് പറയാ. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഫനാ. പക്ഷെ ഉംറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശരീരം നിലനിൽക്കുന്ന കാലം, അതിനെ നമ്മൾ ആയുസ് എന്ന് പറയാം. മരിച്ചു കഴിഞ്ഞാൽ ആയുസ് തീർന്നു എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആ ശരീരം അവിടെ ബാക്കിയുണ്ട്, പക്ഷെ അതിന്റെ ഫങ്ഷനാലിറ്റി എല്ലാം എന്ത് ചെയ്തു, അവസാനിച്ചു എന്നർത്ഥം. അമ്മറ യുഅമ്മിറു എന്ന് പറഞ്ഞാൽ ദീർഘായുസ് ഉണ്ടാവുക എന്നാണ്.
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വസലുഹ അമലുഹു. നിങ്ങൾ ഏറ്റവും നല്ല ആളുകൾ ഒരുപാട് ആയുസ്സുണ്ടാവുകയും ഒരുപാട് നന്മകൾ വർദ്ധിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഒരു 100 വയസ്സ് കഴിഞ്ഞ ഒരാളെ പരിചയപ്പെട്ടു നാട്ടിൽ നിന്ന്. അദ്ദേഹം ജുമുഅക്ക് എപ്പോഴും പള്ളിയിലേക്ക് വരുന്നുണ്ട്. ഫർള് നിസ്കാരം നിന്നിട്ട് തന്നെ അവർ നിസ്കരിക്കുന്നത്, സുന്നത്ത് ഇരുന്ന് നിസ്കരിക്കും. പുലർച്ചെ 2:30-3 മണിക്ക് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കും. അപ്പൊ അദ്ദേഹത്തെ പള്ളിയിൽ വെച്ച് കണ്ട് നാട്ടിൽ നിന്ന് അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു ഹജ്ജ് കൂടെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. 2 ഹജ്ജ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് എനിക്ക് വേണ്ടി, ഒന്ന് എൻ്റെ മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. നിന്റെ മരിച്ചുപോയ വാപ്പാക്ക് വേണ്ടി ഒരു ഹജ്ജ് കൂടെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് തൗഫീക്കിന് വേണ്ടി ദുആക്കണമെന്ന്. സുബ്ഹാനല്ലാഹ്. അദ്ദേഹത്തിന്റെ കൈപിടിച്ചു മുത്തി. കാരണം ഖൈറുക്കും, നിങ്ങളിൽ ഖൈറായ ആൾ, മൻ ത്വാല ഉംറുഹു വസലുഹ അമലുഹു. ആരുടെ ആയുസ്സാണോ വർദ്ധിക്കുന്നത് അതോടൊപ്പം നന്മ വർദ്ധിക്കുകയും ചെയ്യുന്നവർ. ഒരുപാട് കാലം ജീവിച്ചു, പക്ഷേ അമൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, സൽക്കർമ്മങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ തന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആരും അല്ലാഹുവിനോട് ലാ തസ്അലുല്ലാഹ അൽ മൗത്ത്, പടച്ചവനെ എന്നെ മരിപ്പിക്കണേ എന്ന് ഒരിക്കലും ചോദിക്കാൻ പാടില്ല എന്നാ. മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. പെണ്ണുങ്ങളൊക്കെ മക്കളൊക്കെ വല്ലാണ്ട് കുരുത്തക്കേട് കാണിക്കുമ്പോൾ പറഞ്ഞു, ഒന്ന് മരിച്ചു കിട്ടിയതാക്കാനില്ലായിരുന്നു ഒന്നും പറയാൻ പാടില്ല. ലാ തസ്അലുല്ലാഹ അൽ മൗത, അല്ലാഹുവിനോട് നിങ്ങൾ മരണത്തെ ചോദിക്കരുത്. കാരണം മുഅ്മിനായ മനുഷ്യന് ആയുസ് നന്മയല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിക്കുന്ന കാലം അത്രയും നന്മയെ വർദ്ധിക്കുക. നമ്മൾ ഒരു ദിവസം കൂടെ ജീവിച്ചു, കുറെ കൂടെ നിസ്കരിക്കാനായില്ലേ, കുറെ കൂടെ സ്വലാത്ത് ചൊല്ലിയില്ലേ, കുറെ ദിക്ർ ചൊല്ലിയില്ലേ, കുറച്ചുകൂടെ ഖുർആൻ ഓതാനായില്ലേ, നാളെ ഒരു ദിവസം കൂടെ കിട്ടുകയാണെങ്കിൽ അതിലൂടെ കൂടിയില്ല. ഇതൊക്കെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വർദ്ധിക്കുകയാണ്. ആയുസ് കിട്ടും തോറും അങ്ങനെയാണ്. പക്ഷേ നിവൃത്തിയില്ലാത്തൊരവസ്ഥ വന്നാൽ, എങ്ങനെ അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു, നിസ്കരിക്കൽ ഹറാമാണെന്ന് അല്ലെങ്കിൽ നിസ്കരിക്കൽ ബാൻ ചെയ്യപ്പെട്ടു, പെണ്ണുങ്ങൾക്ക് ഇസ്ലാമിന്റെ വേഷം അനുസരിച്ച് നടക്കാൻ പാടില്ല എന്ന് വന്നു, റമളാൻ നോമ്പ് നോൽക്കാൻ പറ്റൂല എന്ന് വന്നു, പള്ളികളൊക്കെ ഇടിച്ചു പൊളിക്കുന്ന കാലം വന്നു. ഇങ്ങനെ ഇസ്ലാമിന്റെ ഷിആറുകളൊക്കെ ഇല്ലാതാവുകയും മുസ്ലിമായി ജീവിക്കാൻ പ്രയാസമുള്ളൊരു കാലം വന്നാൽ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചേക്കണം, അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലീ, എനിക്ക് ജീവിതമാണ് ഖൈറെങ്കിൽ എന്നെ ജീവിപ്പിക്കണമേ, വഅമിത്നി മാ കാനൽ മമാതു ഖൈറൻ ലീ, പടച്ചവനെ എന്നെ മരിപ്പിച്ചേക്കണം, മരണമാണ് ഖൈറെങ്കിൽ. അത്രേ ചോദിക്കാവുന്ന. അങ്ങനെ വന്നാൽ തന്നെ ചോദിക്കേണ്ടത് ഇങ്ങനെയാണ്, ജീവിതം ഖൈറാണെങ്കിൽ ജീവിപ്പിക്കും റബ്ബേ, മരണമാണ് ഖൈറെങ്കിൽ മരിപ്പിക്കണമേ. അത് രോഗം വന്നാൽ ചോദിക്കരുത് അങ്ങനെ, പടച്ചോനെ രോഗിയായി ബുദ്ധിമുട്ടായിരിക്കുകയാണ്, വിഷമിക്കരുത്. രോഗം യുകഫിറു ഖതായ ബനി ആദം കമാ തംഫിൽ കീറു ഖബസൽ ഹദീദ്. ഒരു ബ്ലാക്ക് സ്മിത്തിന്റെ, കൊല്ലന്റെ അടുപ്പിൽ വെച്ച് ഇരുമ്പിന്റെ കറകളഞ്ഞെടുക്കണ പോലെ മനുഷ്യന്റെ തെറ്റുകൾ ഇങ്ങനെ ഒഴിവാക്കി കിട്ടും. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ, രോഗം സംഭവിച്ചാൽ തെറ്റുകൾ കുറഞ്ഞു പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ രോഗം കൊണ്ട് അങ്ങനെ ചോദിക്കരുത്, അള്ളാഹു ആയുസ് തരുന്നവരെ കാത്തിരിക്കണം എന്നാണ്. അപ്പൊ മരണത്തെ ചോദിക്കരുത്. ഇങ്ങനെയാണ് നമ്മള് ഒരു ദ്വാരക്കാനൊക്കെ പറയുമ്പോൾ ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടി ദ്വാരക്കണം നമ്മൾ അങ്ങനെ പറയാറുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ തമാശയെ പറയും, മരിക്കാൻ വേണ്ടി ദ്വാരക്കണ്ട, മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടാൻ വേണ്ടി ദ്വാരന്നാൽ മതി. ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടി ദ്വാരക്കണ്ട, ഇപ്പൊ തന്നെ മരിക്കണ്ട, ടൈം ആയിക്കോട്ടെ, അള്ളാഹു കണക്കാക്കി അജ്ജൽ വരെ പോയിക്കോട്ടെ, മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടണം. അങ്ങനെയാണ്. മരിക്കാൻ വേണ്ടി ദ്വാരക്കണോ? വേണ്ട. ആയുസ്സിന്റെ ബർക്കത്താണ്. ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ഖൈറായവർ, മൻ ത്വാല ഉംറുഹു വസലുഹ അമലുഹു, ആയുസ് വർദ്ധിക്കുകയും സൽക്രമങ്ങൾ വർദ്ധിക്കുകയും ചെയ്തു, അവർ നിങ്ങളിൽ ഏറ്റവും ഖൈറായവരാണ്. അത് പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും, പ്രായമുള്ള ഉമ്മമാരുണ്ടാവും, അവരൊക്കെ കണ്ട് അവരോടൊക്കെ ദ്വാരിപ്പിച്ചേക്കണം. അവർക്ക് എന്താ ഇനി മനസ്സിൽ എന്താ ഉള്ളത്, അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകണം എന്നല്ലാതെ വേറൊരു ചിന്ത മനസ്സിലുണ്ടാവില്ല. അങ്ങനത്തെ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോ വമൻ നുഅമ്മിറുഹു, ആർക്കാണോ നമ്മൾ ആയുസ്സിൽ വർധനവ് കൊടുക്കുന്നത്, നുനക്കിസുഹു ഫിൽ ഖൽഖി, അവരുടെ സൃഷ്ടിപ്പിൽ നമ്മൾ ഒരു കീഴ്മേൽ മറിയുന്ന ഒരവസ്ഥ. നകസഹു എന്ന് പറഞ്ഞാൽ ജഅല വജ്ഹു അഖബഹു ളുഹ്റൻ, അല്ലെങ്കിൽ ളുഹ്റ അഖബ, തലകുത്തി മറിയുക എന്നതിനേക്ക് നകസ എന്ന് പറയാം.
നേരെ വിപരീതമാവുക. ഒരു മനുഷ്യന്റെ വളർച്ചയിൽ നിന്ന് ഡിക്ലൈനിലേക്ക്, തകർച്ചയിലേക്ക് വരുന്ന ഒരു കാലമാണ്. ഫിൽ ഖൽഖി, സൃഷ്ടിപ്പിൽ നമ്മൾ ഒരു വളവ്, ഒരു തിരിച്ചുവരവ് വെക്കും എന്നാണ്. ഒരു തിരിച്ചുവരവ് വരും. ആയുസ്സുണ്ടാകുമ്പോ, ആയുസ് വർദ്ധിക്കുമ്പോ ഒരു തിരിച്ചുവരവ് വരും. ഫിൽ ഖൽഖി, സൃഷ്ടിപ്പ് എന്നാ പറഞ്ഞത്. അതായത് ശരീരം എന്നല്ല, ശരീരത്തിൽ വരും, നമ്മുടെ കാഴ്ചയിൽ വരും, ബുദ്ധിയിൽ വരും, നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങളിൽ വരും, നമ്മുടെ ലിവർ, നമ്മുടെ പാൻക്രിയാസ്, നമ്മുടെ ഇൻറ്റസ്റ്റൈൻ, നമ്മുടെ ഡൈജഷൻ, എല്ലാറ്റിലും ഒരു തിരിച്ചുപോക്ക്, ഒരു സ്ലോ ഡൗൺ. ഇതുവരെ ശരിക്കും ഫാസ്റ്റ് ആയിട്ട് വന്നു, ഇനി ഒരു സ്ലോ ഡൗൺ, ഒരു ചെറിയ തകർച്ച വരും. അങ്ങനെ ഒരു ഡിറ്റീരിയേഷനിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു സമയമാണ്. ആയുസ് വർദ്ധിക്കുമ്പോൾ കുറെ താഴേക്ക് വരും. അത് ആരംഭിക്കുന്നത് നമ്മുടെ ഉലമാ പറയുന്നത് മിൻ 65, 65 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഡിക്ലൈനിന്റെ സമയം ശരിയായിട്ട് ആരംഭിച്ചു കഴിയും. 40 ആയി കഴിഞ്ഞാൽ അത് പൂർത്തിയായി കഴിഞ്ഞു. 40 നിന്ന് 65 എത്തുന്നവരെ ആ വലിയൊരു ഡിഫറൻസ് മനസ്സിലാവില്ല, കുഴപ്പമില്ലാതെ അങ്ങനെ പോകും. പക്ഷെ 65 കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് ഗ്രാഫ് വരിക, പിന്നെ താഴോട്ടാണ്. എല്ലാറ്റിന്റെയും എബിലിറ്റി കുറഞ്ഞു വരും. അങ്ങനെ വന്ന് നമുക്ക് പെട്ടെന്ന് മരിക്കാൻ ഇപ്പൊ പേടിയാണ്. മരണം എന്നൊക്കെ പറഞ്ഞ വയസ്സാവുന്ന ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോട് പറഞ്ഞാൽ പടച്ചോനെ മരിക്കേ, വലിയ ബേജാറാണ്. പക്ഷേ ഏകദേശം നമ്മൾ ആ വയസ്സിങ്ങനെ ആയി തുടങ്ങുമ്പോൾ നമ്മൾ മാനസികമായി ഇതിനിങ്ങനെ പ്രിപ്പയർ ആയി തുടങ്ങും, മാനസികമായി തയ്യാറെടുത്ത് തുടങ്ങും. കാരണം 65 ആയി, 75 ഇനിയിപ്പോ തിരിച്ചു പോക്കില്ല, ഇനിയിപ്പോ എനിക്ക് ആ ജോഗിങ്ങും പഴയ ആ ഒരു സ്കേറ്റിങ്ങും അതൊന്നും ഇനി നടക്കാൻ പറ്റൂല, എന്റെ കാലം കഴിഞ്ഞു, ഇനി ഞാൻ തകർച്ചയിലേക്ക് പോവാണ്, ഞാൻ എന്റെ റബ്ബിനെ കാണാൻ വേണ്ടി പോവാണ്, ഇവിടെ നിന്ന് എനിക്ക് യാത്ര പറയണം, ഇനി തിരിച്ചു പോക്കില്ല, ആർക്കും എനിക്കിനി ഒന്നും ചെയ്തു തരാൻ പറ്റില്ല, ഇനി വീൽ ചെയറിലാണ്, വീൽ ചെയർ കഴിഞ്ഞാൽ ആൾ ബി ബെഡ് റിഡൻ, അല്ലെ, പിന്നെ ബെഡിൽ കിടപ്പായി, ഇനി അങ്ങനെ ഒരു മരണത്തിലേക്ക് പോവാണല്ലോ. അപ്പൊ മാനസികമായി നമ്മളെ തയ്യാറാക്കി തരുന്ന ഒരു പ്രോസസ്സാണ് ഈ ഏജിങ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ശൈഖൂഖത്ത് അല്ലെങ്കിൽ ഏജിങ്, പ്രായമാവുക എന്ന് പറഞ്ഞ സംഗതിയെ മരുന്നുകൊണ്ട് തടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. 960കളിൽ അർമീനിയക്കാരി ഉണ്ടായിരുന്നു, അന അസ്ലാൻ എന്ന് പറഞ്ഞിട്ട്. അവരാണ് ലോകത്താദ്യമായി ഏജിങ്ങിന് മരുന്ന് കണ്ടുപിടിക്കാൻ പോവാണെന്ന് പറഞ്ഞു വലിയ ചർച്ചകളും ഒച്ചപ്പാടുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇനി വയസ്സാവൂല, അതിന് പറ്റിയൊരു മരുന്നുണ്ട്, എത്രയായാലും യൗവനമായി നിലനിൽക്കുമെന്ന്. അപ്പോ നമ്മുടെ ഉലമാ പറയാണ്, അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് കണ്ടിരുന്നുവെങ്കിൽ ഈ വെറും പണിക്ക് അവർ നിൽക്കില്ലായിരുന്നു. വലിയ അനൗൺസ്മെന്റ് ഒക്കെ നടന്നു. പക്ഷേ പിന്നെ മനസ്സിലായി മരുന്ന് ഫലിക്കൂല. നബിതങ്ങൾ പറഞ്ഞു, ഒരു അഅറാബി വന്ന് പറഞ്ഞു നബിതങ്ങളോട് സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുനബിയെ, അഫലാ നതദാവ, നബിയെ ഞങ്ങൾ മരുന്ന് ഉപയോഗിച്ചോട്ടെ, അസുഖം വരുമ്പോൾ മരുന്ന് കഴിച്ചോട്ടെ, കുഴപ്പമുണ്ടോ? ഞങ്ങൾ പറഞ്ഞു, തദാവു ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ മരുന്ന് കഴിക്കണം, മരുന്ന് കഴിക്കണം, ഡോക്ടറെ കാണണം, മരുന്ന് കുടിച്ചേക്കണം. ഫഇന്നല്ലാഹ ലം യൻസിൽ ദാഅൻ ഇല്ലാ വവളഅ ലഹു ദവാഅൻ, ഏത് രോഗത്തിനും അല്ലാഹു തആല മരുന്ന് വെച്ചിട്ടുണ്ട്, ഒരു കാര്യത്തിനൊഴികെ ബാക്കി എല്ലാത്തിനും മരുന്നുണ്ട് എന്ന് പറഞ്ഞു. എല്ലാത്തിനും മരുന്നുണ്ട്. നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ടാവില്ല, നമ്മുടെ കയ്യിലേക്ക് കിട്ടിക്കാണില്ല, പക്ഷെ മരുന്ന് റെഡി ഉണ്ട് ഇവിടെ. അപ്പൊ അവര് ചോദിച്ചു, ആ മരുന്നില്ലാത്തത് എന്താ നബിയെ? ഏതിനാ മരുന്നില്ലാത്തത്? ഇല്ലൽ ഹറം. ഹറം എന്ന് പറഞ്ഞാൽ ഏജിങ്, മനുഷ്യന് വയസ്സാവുക, വാർദ്ധക്യം എന്ന് പറഞ്ഞത്, അതിന് മരുന്നില്ല, ബാക്കി എല്ലാറ്റിനും മരുന്നുണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വഹയാണ്. അതുകൊണ്ട് വയസ്സാവാതിരിക്കാനുള്ള മരുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി വെറുതെ കുറെ റിസർച്ച് സെന്ററും കുറെ ആളുകൾക്ക് ട്രാവൽ ചെയ്യാനും കുറെ എക്സ്പെരിമെന്റ് നടത്തി പൈസ ചെലവഴിക്കേണ്ടതില്ലായിരുന്നു. കാരണം ഇത് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീർത്തു പറഞ്ഞൊരു സംഗതി. വയസ്സാവുന്നതിന് എന്ത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വെറുതെ പറയണ വയസ്സായിട്ടില്ല, പെണ്ണുങ്ങൾക്കൊന്നും വയസ്സ് തന്നെ ആവാറില്ല. എത്ര കൊല്ലം കഴിഞ്ഞാലും ഒരു അപ്പോഴും 25 തന്നെയാണ്. ആണുങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടോ? പെണ്ണുങ്ങൾക്കാണ് ആ ടെൻഡൻസി വല്ലാതുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. പെണ്ണുങ്ങൾ ചൂടാവണ്ടേ, ഒരു യാഥാർത്ഥ്യമാണ് അല്ലെ. വയസ്സാവുമെന്ന് പറഞ്ഞാൽ എന്താ പേര് കുഴപ്പം? കുറച്ച് നേരത്തെ ജനിച്ചു എന്നല്ലേ അതിനർത്ഥമുള്ളൂ. പക്ഷെ നേരത്തെ ജനിച്ചു എന്ന് പറഞ്ഞ പോലെ കുഴപ്പമാണോ? ഞാൻ ചെറുപ്പമാണ്, എനിക്ക് വയസ്സായിട്ടില്ല, ഏട്ടത്തിയെന്നങ്ങനെ വിളിച്ചാൽ പെണ്ണുങ്ങൾ തെറ്റും ചിലപ്പോ. പക്ഷോ നിന്നെ ഓള് ഏട്ടത്തിയെന്ന് വിളിക്കേ, ഞാൻ ഓള് എത്ര ചെറുതാണ്, എവിടെ
ഒന്ന് ബഹുമാനിച്ചാൽ തന്നെ. ഞാൻ പ്രായം ഭയങ്കര സെൻസിറ്റീവ്, പെണ്ണുങ്ങൾക്ക് ഭയങ്കര സെൻസിറ്റീവാണ് പ്രായത്തെ പറ്റി പറയുമ്പോൾ. പെണ്ണുങ്ങളെ എന്തായാലും വയസ്സ് മൂത്ത് നോക്കിയാൽ മനസ്സിലാവും. നീ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്തിട്ടും കാര്യമില്ല, ആ കാണുന്നത് തന്നെ വയസ്സ് അല്ലേ, പൂഴ്ത്തി വെക്കാൻ പറ്റൂല. എന്നാ പിന്നെ സമ്മതിച്ചു കൊടുത്തൂടെ? നുണ പറയരുത്, വയസ്സിനെ പറ്റി നുണ പറയാൻ പാടില്ല, ഉള്ളതുപോലെ പറയാം. അപ്പോ അള്ളാഹു ആർക്കെങ്കിലും ദീർഘായുസ് തരികയാണെങ്കിൽ, ആയുസ് തന്നു കഴിഞ്ഞാൽ സൃഷ്ടിപ്പിൽ അള്ളാഹു ചാല ഒരു തിരിച്ചുപോക്ക് അള്ളാഹു ഉണ്ടാക്കും. ഈ സൃഷ്ടിപ്പ് ഖൽഖ് എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ഉലമാ പറയണതിനെ സംബന്ധിച്ച്, സൃഷ്ടിപ്പ് അള്ളാഹു എന്തെല്ലാം നമ്മുടെ ശരീരത്തെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടോ അതിലൊക്കെ ഒരു തിരിച്ചുപോക്ക് വരുമെന്നാണ്. എല്ലാറ്റിലും നമ്മുടെ കോശങ്ങൾ സെക്കൻഡുകളെ കൊണ്ട് മില്യൺ കണക്കിന് കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പോൾ തന്നെ ജീവിക്കുന്നുണ്ട്. പുതിയ പുതിയ സെല്ലുകൾ വളരെ പെട്ടെന്നുള്ള ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുക ശരീരത്തിൽ. ഹറമിലോ കണ്ടുള്ള നിസ്കാരം കഴിഞ്ഞാൽ ഒരു കൂട്ടർ വന്നിട്ട് ക്ലീൻ ആക്കുന്നു, പെട്ടെന്ന് വരുന്നു പോകുന്നു. വരവും പോക്കുമായി നമ്മുടെ ശരീരത്തിൽ കോടാനുകോടി കോശങ്ങൾ ഓരോ സെക്കൻഡിലും മരിക്കുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. പെട്ടെന്ന് ആ പ്രോസസ് ഒക്കെ ഒന്ന് സ്ലോ ആവും. പിന്നെ മരിച്ചുകൊണ്ടിരിക്കുന്ന സെല്ലുകൾ റീപ്ലേസ് ചെയ്യുന്ന പുതിയ സെല്ലുകൾ വരാൻ താമസമെടുക്കും. അപ്പോഴാണ് ചെറുപ്പക്കാർക്കൊക്കെ മാറുന്ന പോലെ മുറിവൊന്നും വയസ്സായ അത്ര പെട്ടെന്ന് മാറൂല. ഒന്ന് സ്ലോ ഡൗൺ. ഇത് ഈ ജീവിതത്തിന്റെ ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ച് സസ്യലതാദികളിലേക്ക് നോക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് അല്ലാഹു തആല നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുന്നില്ലേ, ആകാശത്ത് നിന്ന് അല്ലാഹു ഇറക്കി തന്ന ഒരു മഴവെള്ളം പോലെ, ആ മഴവെള്ളത്തിൽ നിന്ന് ചെടികൾ ഉണ്ടായി. അത് എന്നിട്ട് പിന്നെ അത് മഞ്ഞയായി മാറുന്നു, നല്ല പച്ചയായി ശോഭിച്ചു നിൽക്കുന്ന, അതൊക്കെ വളരെ മനോഹരമായിരുന്ന, വളരെ സുന്ദരമായിരുന്ന പൂക്കളൊക്കെ ഉണങ്ങി അത് ദ്രവിച്ച് ഇല്ലാതെയായി കാറ്റടിച്ചാൽ പാറിപ്പോകുന്നത് നിങ്ങൾ കാണുന്നില്ലേ? രാവിലെ മുറ്റമടിച്ചു വരുമ്പോ, ഒന്ന് ഗൾഫിലെ പെണ്ണുങ്ങൾക്ക് ഇല്ലാത്തൊരു സംഗതിയാ, എത്രയോ ഇലകൾ പൊഴിഞ്ഞു വീഴുമ്പോ ആലോചിക്കാം, എന്റെ ജീവിതത്തിന്റെ ഓരോ ദിവസങ്ങളാണ് ഈ പൊഴിഞ്ഞു വീണ്ടിരിക്കുന്നത്. ആ ഇലകൾ പൊഴിഞ്ഞു അവസാനം ഈ വൃക്ഷത്തിനൊരു വാർദ്ധക്യം വന്ന്, പിന്നെ നമ്മൾ ഇനിയിപ്പോ ഇതിൽ മാങ്ങയൊന്നും ഉണ്ടാവുന്നില്ല, അത് മുറിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് അതിനെ മുറിച്ചു വിൽക്കുമെന്നെങ്കിൽ, അല്ലെങ്കിൽ അത് തന്നെത്താനെ ഉണങ്ങിപ്പോകും. ഇത് നിങ്ങൾ ഭൂമിയിൽ കാണുന്നില്ലേ? ഇതുപോലെയല്ലേ നിങ്ങളുടെയും ജീവിതം? ഒരു കുട്ടിയായി ജനിച്ച് വളർന്ന് വലുതായി യൗവനം എന്നതിന്റെ ഏറ്റവും ടോപ്പ് കൾമിനേഷൻ എത്തിക്കഴിഞ്ഞ് ഏറ്റവും നല്ല ആരോഗ്യമുള്ള ഒരു കാലം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ താഴേക്ക് പോകുന്നത് അഫലാ യഅഖിലൂൻ. മനുഷ്യന്മാർ ചിന്തിക്കുന്നില്ലേ? അങ്ങനെ വരുമ്പോൾ ഈ ലോകം ശാശ്വതമല്ലെന്നും ശാശ്വതമായ ലോകം വരാനിരിക്കുകയാണെന്നും എന്താ അവർ മനസ്സിലാക്കാത്തത് എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗ നശാഉ ലമസഖ്നാഹും അലാ മകാനതിഹിം ഫമസ്തതാഉ മുളിയൻ വലാ യർജിഊൻ. അതിനു മുമ്പ് കണ്ണിനെ കുറിച്ച് പറഞ്ഞു, കാഴ്ചയെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ സുഹൃത്തുക്കളുടെ കുട്ടിക്ക് എന്താ കാഴ്ച കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ള വിഷയം പറഞ്ഞു ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. അള്ളാഹു കുട്ടിക്ക് പരിപൂർണ്ണ കാഴ്ച ശക്തി നൽകുമാറാകട്ടെ. അവരുടെ അസുഖം അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون. നമ്മൾ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ കണ്ണിന് കാഴ്ച നൽകാതിരിക്കുകയും കണ്ണ് തന്നെ എടുത്തു കളയുകയും നമുക്ക് ചെയ്യാമായിരുന്നു. നമ്മളത് ചെയ്തിട്ടില്ല. കണ്ണ് നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാനും പഠിക്കാനും ഉൾക്കൊള്ളാനും. വലൗ നശാഉ ലമസഖ്നാഹും അലാ മകാനതിഹിം. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിൽക്കുന്നിടത്തുനിന്ന് അനങ്ങാൻ പറ്റാത്ത വിധം, കൈകാലുകളില്ലാത്തവരായി, സഞ്ചരിക്കാൻ പറ്റാത്തവരായി, ഒരു കർമ്മവും ചെയ്യാൻ പറ്റാത്തവരായി മനുഷ്യരെ മുഴുവനും ഇറച്ചി കഷ്ണങ്ങളായി പടക്കാനും എനിക്ക് കഴിയുമായിരുന്നു. ഒന്ന് മുന്നോട്ട് നടക്കാനോ പിന്നോട്ട് നടക്കാനോ സാധിക്കാത്ത വിധം അതും നാം ചെയ്തിട്ടില്ല. കൈകാലുകൾ തന്നു നിങ്ങൾക്ക് അമല് ചെയ്യാൻ, ഇൽമ പഠിക്കാൻ കണ്ണും തന്നു. ഇതൊന്നും
എന്നുമെന്നും നിലനിൽക്കുമെന്നും വിചാരിക്കേണ്ട. വമൻ നുഅമ്മിറുഹു, ആർക്കാണോ നമ്മൾ ആയുസ്സിൽ വർധനവ് കൊടുക്കുന്നത്, ആർക്കാണോ ദീർഘായുസ് കൊടുക്കുന്നത്, നുനക്കിസുഹു ഫിൽ ഖൽഖി, അവരുടെ സൃഷ്ടിപ്പിൽ നാം ഒരു തിരിച്ചുപോക്ക് കൊടുക്കും, തിരിച്ചുവരവ് വരും, കുട്ടിത്തത്തിലേക്കൊരു തിരിച്ചുവരവ്. അഫലാ യഅഖിലൂൻ, നിങ്ങൾ എന്താണ് മനസ്സിലാക്കാത്തത്, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അല്ലാഹു ചോദിക്കാൻ. യാ അയ്യുഹന്നാസു ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ്, ഓ മനുഷ്യരെ, അല്ലാഹു നിങ്ങൾക്ക് പുനർജന്മം നൽകുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ, അല്ലാഹു നിങ്ങളെ മരിപ്പിക്കുകയും രണ്ടാമത് റബ്ബിന്റെ മുമ്പിലേക്ക് നിങ്ങളെ ഹാജരാക്കുകയും ചെയ്യും എന്ന വിഷയത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, ആരോടാ പറയുന്നത്? യാ അയ്യുഹന്നാസ്, ജനങ്ങളെ. യാ അയ്യുഹല്ലദീന ആമനു എന്നാണോ? സത്യവിശ്വാസികളെ എന്നാണോ? അല്ല, സത്യവിശ്വാസികൾ സംശയമില്ലല്ലോ. നമ്മൾ റെഡിയായി നടക്കുകയാണ്, നമ്മൾ റെഡിയായിട്ട് നടക്കുക. എന്താണ് മരണശേഷം നടക്കുന്നത് എന്ന് പോലും നമുക്ക് ഉറപ്പാണ്. നമുക്ക് വളരെ ഇത്രക്കൊരു ക്ലിയർ പിക്ചർ നമുക്ക് മുസ്ലിമീങ്ങൾക്കല്ലാതില്ല. ഞാനിപ്പോ മിനിഞ്ഞാന്ന് വ്യാഴാഴ്ച രാത്രി യാത്രയിൽ ഒരാളെ പരിചയപ്പെട്ടു. അദ്ദേഹം ബെൽജിയത്തിൽ നിന്ന് വരികയാണ്, ക്രിസ്ത്യാനിയായിരുന്നു. കോൺഫറൻസ് കഴിഞ്ഞ് വരാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചിരുന്നു, കോഴിക്കോട് എത്തുന്നവരെ വർത്തമാനം പറഞ്ഞിരുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ ചില കാഴ്ചപ്പാടുകളൊക്കെ അദ്ദേഹം പറഞ്ഞു, ഈ കള്ളുകൂടിയെ സംബന്ധിച്ച് നമ്മുടെ നാട് മൊത്തം നശിച്ചിരിക്കുകയാണ് കള്ളുകൂടി കൊണ്ട്, അതുകൊണ്ട് ഇതുകൊണ്ട് മനുഷ്യന്മാര് ആവശ്യമില്ലാതെ പുരക്ക് ആവശ്യമില്ലാതെ പൈസ ചെലവഴിക്കുകയാണ്, എന്താണ് ഇതിന്റെയൊക്കെ കാര്യം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചെറുപ്പക്കാരെ സംബന്ധിച്ചും കുട്ടികളെ സംബന്ധിച്ചും ഒക്കെയുള്ള പല വിഷയങ്ങളും അദ്ദേഹം നല്ലൊരു മുസ്ലിമിന്റെ കാഴ്ചപ്പാട് തോന്നി. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചിരുന്നു. പിന്നെ ഒരു കുറച്ചു നേരം ഞാൻ വായിക്കുന്നു, അദ്ദേഹം എന്തൊക്കെയോ വായിക്കുന്നു. അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന കൂട്ടത്തില് ഞാൻ വെറുതെ ചോദിച്ചു, ഈ മരിച്ചു കഴിഞ്ഞാൽ എന്താ നടക്കുന്നത് നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ അതാണെന്ന് ലോകത്ത് പറഞ്ഞു കൊടുക്കേണ്ടത്, അതിനെപ്പറ്റിയാണ് ആരും ഒന്നും അറിയാത്തത്. അങ്ങനെ ഒരു സംഗതി അറിഞ്ഞിരുന്നുവെങ്കിൽ, ഞാൻ പറഞ്ഞത് ഇസ്ലാമിൽ വളരെ ക്ലിയർ ആണ്. അങ്ങനെ ഉണ്ടോന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. മുസ്ലിമായ മനുഷ്യന് ഉറപ്പായിട്ടും അറിയാം എന്താ നടക്കാൻ പോകുന്നത്, ഖബർ എന്താണ്, അവിടെ എന്താ നടക്കാൻ പോകുന്നത്, അവിടെ എന്തൊക്കെയാണ് ചോദ്യങ്ങൾ. അങ്ങനെ ഉണ്ടോ? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ആ വിഷയം ഇങ്ങനെ മഹ്ശറയുടെ വിഷയം വരെ പറഞ്ഞു കൊടുത്തു. പിന്നെ ബാക്കി കൂടെ പറയാൻ നേരം കിട്ടിയില്ല, അപ്പോഴേക്കും ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. അതിന്റെ ഇടയ്ക്ക് അദ്ദേഹത്തിന് സൂറത്ത് മറിയം കാണിച്ചു കൊടുത്തു. മറിയം ബീവിയെ കുറിച്ചും ഈസ നബിയെ കുറിച്ചും ഖുർആൻ ആപ്പ് ഉണ്ടായിരുന്നു, അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കാണിച്ചു കൊടുത്തു. അദ്ദേഹം ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത്. ഏതായിരുന്നാലും ഇങ്ങനെയൊക്കെ ഉണ്ട്. എന്നിട്ടാണോ നമ്മൾ ഈ തമ്മിൽ തല്ലി മരിക്കുന്നത് എന്നൊക്കെ അദ്ദേഹത്തിന് ഞാൻ അത്ഭുതപ്പെടുക. മുസ്ലിമീ നമ്മുടെ ഖുർആനിൽ ഇസ്ലാമിൽ ഇങ്ങനെയൊക്കെ മരണാനന്തര ജീവിതം നടക്കുന്ന സംഗതിയൊക്കെ ഈ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതാണെന്ന് ജനങ്ങൾ അറിയുന്നത്. അതെന്താ ആരും പറഞ്ഞു കൊടുക്കാത്തത്, അതെന്താ ആരും പ്രസംഗിക്കാത്തത്? അദ്ദേഹത്തിന്റെ സംശയം. സുബ്ഹാനല്ലാഹ്. അല്ലാഹു അയാൾക്ക് ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ. നല്ല മനുഷ്യന്മാർ ചിന്തിക്കുന്നവർ ഒരുപാടുണ്ടെന്ന് മനസ്സിലായി. നല്ല മനുഷ്യന്മാർ ചിന്തിക്കുന്നു, സമൂഹത്തിൽ നന്മ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ, മുസ്ലിമീങ്ങളായ ആളുകൾ ചിന്തിക്കുന്ന സമാന ചിന്താഗതിയുള്ള മറ്റു മതവിശ്വാസികൾ. നമുക്ക് മുസ്ലിമീങ്ങൾക്ക് സംശയമില്ല പരലോക ജീവിതത്തെ കുറിച്ച്. അതുകൊണ്ട് അല്ലാഹു യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ്, നിങ്ങൾ പരലോക വിശ്വാസത്തിൽ സംശയമുള്ളവരാണെങ്കിൽ, നമുക്ക് സംശയം, നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് അല്ലാഹു മുസ്ലിമീങ്ങളെ എന്നല്ല ചോദിച്ചത്, ജനങ്ങളെ മൊത്തത്തിൽ പൊതുജനങ്ങളോട് ചോദിക്കുകയാണ്. എന്തിന് സംശയിക്കണം? നിങ്ങളെ ഞാൻ പടച്ചത് മണ്ണിൽ നിന്നാണല്ലോ. നിങ്ങളുടെ ഉപ്പയെ പടച്ചത് മണ്ണിൽ നിന്ന്, പിന്നെ നിങ്ങളൊക്കെ ഉണ്ടായത് നുത്ഫയിൽ നിന്ന്, സ്പേമിൽ നിന്ന്. ثم من علقة ثم من مضغة مخلقة وغير مخلقة, അത് രക്തപിണ്ഡമായി മാംസപിണ്ഡമായി രൂപസാദൃശ്യമുള്ളതും ഇല്ലാത്തതുമായി, ലിനുബയ്യിന ലക്കും, നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി തരാൻ. വനുഖിറു ഫിൽ അർഹാമി മാ നശാഅ, നമ്മൾ ഉദ്ദേശിക്കുന്ന കാലം ഗർഭാശയത്തിൽ നിങ്ങളെ നാം പിടിച്ചുവെക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന കാലം. അതുകൊണ്ടാണ് ചില പ്രസവം നേരത്തെ നടക്കുന്നത്. അള്ളാഹുവിന് അത്ര തീരുമാനമുള്ളത് 7 മാസത്തെ പ്രസവിച്ചേക്കണം. ചിലത് 8, ചിലത് 9, ചിലത് സമയമായിട്ട് പിന്നെ 2 ആഴ്ച വേറെയും കഴിഞ്ഞു.
നമ്മൾ എത്രയാണോ തീരുമാനിക്കുന്നത് അത്രയും കാലം ഗർഭാശയത്തിലും, ഇലാ അജലിൻ മുസമ്മ, ഒരു നിശ്ചിതമായ കാലാവധി വരെ, അജലിൻ മുസമ്മ, എന്നിട്ട് നിങ്ങൾ പ്രസവിക്കും. സുമ്മ നുഖ്രിജുകും തുഫിലാ, പിന്നെ നിങ്ങളെ കുട്ടിയായി നമ്മൾ പുറത്തു കൊണ്ടുവരും, കുഞ്ഞായിട്ട്. പ്രസവിക്കുന്ന കുട്ടി തന്നെ താടി മീശക്കുള്ള വലിയ മനുഷ്യനാണെങ്കിൽ വല്ല ചുരുക്കുണ്ടാവോ കുട്ടികളെ കാണാൻ? ചെറിയ മക്കൾ എന്തോ രസ, പല്ലില്ലാത്ത പിന്നെ ഒരു പല്ല് രണ്ടെണ്ണം വരുന്നു, അപ്പുറപ്പുറം രണ്ടെണ്ണം ഏറെ വരുന്നു, ഒരു വർത്തമാനം പറയാൻ തുടങ്ങുന്നു, മുട്ടുകുത്തി നടക്കുന്നു, ഇരിക്കുന്നു, ആ 2 അടി നടന്നു എന്ന് പറഞ്ഞ് വലിയ ന്യൂസായി. ഇങ്ങനെ എന്തൊരു കൗതുകം. നിങ്ങളെ കുട്ടിയായി നമ്മളെ പുറത്തു കൊണ്ടുവരുന്നു. പിന്നെ നിങ്ങൾക്ക് ശക്തി വരുന്നൊരു പ്രായം എത്തുന്നവരെ നിങ്ങളെ ഞാൻ കൊണ്ടുപോകും. ആരോഗ്യമുള്ള സമയം, നമ്മുടെ 10th +2 ഒക്കെ എത്തുന്ന സമയം, ഡിഗ്രിക്കൊക്കെ എത്തുന്ന നല്ല അശുദ്ധ്, നല്ല ആ എറിഞ്ഞു പൊളിക്കാൻ പറ്റുന്ന, സമരമൊക്കെ ചെയ്യാൻ പറ്റുന്ന കാലം, അതാണ് തബുലുഗു അശുദ്ധക്കും. KSRTCക്ക് അറിയാൻ പറ്റുന്നൊരു കാലം ഉണ്ടല്ലോ, ആ തബുലുഗു അശുദ്ധക്കും, പൊതുസ്വത്ത് നശിപ്പിക്കേ. നിങ്ങളുടെ ശക്തി വരുന്ന കാലം നിങ്ങൾ എത്തുന്നവരെ, ബുലൂഹിന്റെ പ്രായം വരെ നിങ്ങളെ ഞാൻ കൊണ്ടുവരും. അങ്ങനെ നിങ്ങളിൽ മരിക്കുന്നവരുണ്ട്. 17 മരിച്ചു, 18 മരിച്ചു, ബൈക്ക് ആക്സിഡന്റ്, വാഹനം മറിഞ്ഞു, ട്രെയിൻ ആക്സിഡന്റ്, ഫ്ലൈറ്റ് ക്രാഷായി മരിക്കുന്നവരുണ്ട്. അസുഖം വന്നു പെട്ടെന്ന് മരിച്ചു, പ്രായപൂർത്തിയായിട്ടുള്ളൂ, അങ്ങനെ മരിക്കുന്നവർ. എന്നാൽ അങ്ങനെ മരിക്കാതെ നിങ്ങളിൽ പ്രായത്തിന്റെ അങ്ങേ അറ്റം വരെ മടക്കപ്പെടുന്നവരും നിങ്ങളിലുണ്ട്. പെട്ടെന്നൊന്നും മരിക്കണില്ല, ഒരുപാട് കാലം ജീവിച്ചു. അറുദലുൽ ഉംർ എന്ന് പറഞ്ഞാൽ വാർദ്ധക്യത്തിന്റെ പാരമ്യമാണ്. എന്നാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. ഞാൻ ഇപ്പൊ ഭൂമിയിലാണോ ആകാശത്താണോ എന്ന് പോലും അറിയാത്ത, രാവാണോ പകലാണോ, അത് പിന്നെ മകളാണോ കുട്ടിയാണോ, ഒന്നും എന്റെ ഭാര്യയാണോ പെങ്ങളാണോ ഒന്നും തിരിയാത്തൊരു പ്രായം. അറുദലുൽ ഉംർ ഖുർആൻ പറയുന്നു, നോക്കണം. ഒരുപാട് അറിഞ്ഞതിന്റെ ശേഷം ഒന്നും അറിയാത്ത ഒരു പ്രായം വരുന്നുണ്ട്. വാർദ്ധക്യമെത്തും അങ്ങനെയാണ്. ചെറുപ്രായത്തിൽ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കും എന്തൊക്കെയാണ് സംഗതി എന്നൊക്കെ വാപ്പ പറഞ്ഞു കൊടുക്കും. മോൻ ചോദിക്കും, വാപ്പ അതെന്താണ് അതെന്താണ്. ഏകദേശം 4-5 വയസ്സാകുന്ന സമയം ചോദ്യങ്ങളുടെ സമയമായിരിക്കും. ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞു പോയെങ്കിൽ ഉമ്മയും വാപ്പാരൊക്കെ മക്കളുടെ ഒരു ചോദ്യ സമയം വരുന്നുണ്ട്. അതെന്താ എന്തെല്ലാം ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സമയം. നമ്മുടെ ഹ്യൂമൻ മൈൻഡിന്റെ ഡെവലപ്പിംഗ് സ്റ്റേജ് ആണത്. അത് അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കണം എന്നാ. കുട്ടികൾ ചോദിക്കുമ്പോഴേക്ക് ഉത്തരം പറയണം. 4 പ്രാവശ്യം ചോദിക്കാൻ നിൽക്കരുത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാ. നമ്മൾ കുട്ടികൾ പറഞ്ഞു കേൾക്കൂല എന്ന് പറയും. എങ്ങനെ പറഞ്ഞു കേൾക്കാതിരിക്കുക? കുട്ടികൾ നമ്മളെ വിളിക്കുന്ന സമയത്ത് ഉപ്പ ഉമ്മ എന്ന് വിളിച്ചാൽ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഉടനെ റെസ്പോണ്ട് ചെയ്യണം. എന്താ മോനെ, എന്താ മോളെ, ഉടനെ റെസ്പോണ്ട് ചെയ്യണം എന്നാണ്. അപ്പോഴേ നമ്മൾ വിളിക്കുമ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ വിളിക്കും, അത് 4 വട്ടം വിളിച്ചാലേ ഉമ്മ വിളിയാക്കാറുമ്പോ ഞാൻ 4 വട്ടം കഴിഞ്ഞിട്ട് വിളിയേറ്റാൽ മതിയെന്ന്. ഞാനൊക്കെ എൻ്റെ മക്കളോട് ശരിക്കും എപ്പോഴും പറയുന്നൊരു വിഷയം അതാണ്. അവര് അങ്ങനെയാണ് കൊണ്ടുവരാറുള്ളത്, അങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. ഒരിക്കൽ പറഞ്ഞു അതിന് റെസ്പോണ്ട് ചെയ്തിരിക്കണം. കേട്ടോ ഉടനെ മറുപടി വേണം. നമ്മൾ അങ്ങനെ ചെയ്യണം. ഒരിക്കലും കുട്ടി 10 പ്രാവശ്യം വിളിക്കാൻ നിൽക്കരുത്. കുട്ടി ഉമ്മയെ ഉടനെ മറുപടി കൊടുക്കണം. അപ്പോഴാ കുട്ടിക്ക് വളർച്ച വരും. ചോദ്യത്തിന് ഉത്തരം കൊടുക്കണം. അറിയില്ലെങ്കിൽ ഞാൻ ചോദിച്ചു പറഞ്ഞു തരട്ടോ, അല്ലെ ഇന്ന ആളോട് ഉസ്താദിനോട് ചോദിക്കാം, അല്ലെങ്കിൽ ഒരാളോട് ചോദിക്കാൻ ഞാൻ പറഞ്ഞു തരാം എന്നല്ലാതെ കുട്ടിയെ നിരുത്സാഹപ്പെടുത്ത് ഉണ്ടായിരിക്കേണ്ട ഒരു ചോദ്യം അങ്ങനെ പറഞ്ഞുകൂടാന്നാ. അത് കുട്ടിയുടെ വളർച്ചയാണ്. കുട്ടി വളർന്നു വരികയാണ്. ആ വളർച്ച പൂർത്തിയാവണമെങ്കിൽ അവന്റെ മെന്റൽ, അവന്റെ ബുദ്ധിപരമായ അവരുടെ വളർച്ചയുടെ ആ ഒരു ഘട്ടമാണ്. അത് ശരിക്കും നറിഷ് ചെയ്തുകൊണ്ടിരിക്കണം, കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് വളർന്നു വരുള്ളൂ. ചെറുപ്പത്തിൽ മക്കൾ ഇങ്ങനെ ചോദിക്കും, നമ്മൾ ഉത്തരം പറഞ്ഞു കൊടുക്കും. ഇനി വയസ്സാകുമ്പോ വാപ്പ നമ്മളോടാ ചോദിക്കുക, മോനെ ഇതെന്താ? വാപ്പന്റെ മോനാണ്, വാപ്പന്റെ ധാര വന്നിരിക്കണത്, വാപ്പന്റെ കുട്ടിയാണ്, എന്നെ മറന്നോ? അപ്പൊ ഓർമ്മയുണ്ട്. പക്ഷെ ഇതാരാ വന്നത്? അപ്പൊ ഞാൻ തന്നെ, അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഓർമ്മല്ല. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് മോൻ വന്നിട്ടുണ്ടോ? അപ്പൊ വന്നല്ലോ, രാവിലെ വന്ന് നിങ്ങൾ 2 പ്രാവശ്യം വന്ന് കണ്ടല്ലോ, ഓർമ്മല്ല. കുഞ്ഞായിരുന്നപ്പോ നിനക്ക് എല്ലാം പറഞ്ഞു തന്ന ഈ വാപ്പ
നീ വയസ്സാകുമ്പോ നിന്നോട് ഇങ്ങോട്ട് ചോദിക്കും നീ അന്ന് ചോദിച്ച പോലെ. അപ്പൊ വാപ്പാക്ക് മറുപടി കൊടുക്കണം കേട്ടോ. വാപ്പയെ നീ ശരിക്കും മനസ്സിലാക്കണം. നീ കുഞ്ഞായിരുന്നപ്പോ ഇതുപോലത്തെ ചോദ്യം, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു തന്നെ പിന്നെയും ചോദിച്ചിരുന്നു നീ കുട്ടിയായിരുന്നപ്പോ. അന്നൊക്കെ ക്ഷമയോടുകൂടെ ഉമ്മയും വാപ്പയും മറുപടി തന്നില്ലേ? അതുകൊണ്ട് മോനെ, വാപ്പ പിച്ചുമ്പയും പറയാന്ന് പറഞ്ഞ് ഒഴിവാക്കല്ലേ. വാപ്പക്ക് നല്ല മറുപടി കൊടുക്ക്, നല്ല ആശ്വാസത്തിൽ മറുപടി കൊടുക്കണം. കാരണം അവർ അർദലുൽ ഉംറിലേക്ക് എത്തിയിരിക്കുകയാണ്, പ്രായത്തിന്റെ അങ്ങേയറ്റം. ആ കാര്യത്തെ അത്ഭുതം ഒരുപാട് അറിഞ്ഞതിന്റെ ശേഷം ഇനി അറിയാത്തൊരു കാലത്തേക്കാ വരുന്നത്. നമ്മൾ പെട്ടെന്ന് അക്ഷമ കാണിക്കും. ചോദിച്ച് എന്താ വാപ്പ ചോദിച്ചെന്നെ ചോദിക്കുക, എന്താ ഉമ്മ ഇപ്പൊ ചോദിക്കെന്നെ ചോദിക്കുന്നത്. പലരും പറയില്ലേ, എന്റെ കുട്ടികൾ എനിക്ക് തിന്നാനും കുടിക്കാൻ തരലില്ല എന്നൊക്കെ പറയും. ആരെയും കാണാൻ വരുമ്പോ വല്യമ്മ, പടച്ച റബ്ബേ, ഉമ്മക്ക് ഇപ്പൊ കൊടുത്തിട്ടുള്ളൂ കഞ്ഞി, ഉമ്മ അങ്ങനെ തന്നെ പറയാന്നൊക്കെ. ഉമ്മാനെ കുറ്റം പറയണ്ട, ഉമ്മ അറിയാതെ പറയാണത്. ചിലപ്പോ ചീത്തൊക്കെ പറയണ്ടാവും. നല്ല കാലത്ത് ഉമ്മാനെ ഇടങ്ങാറാക്കിയിട്ടുണ്ടാവേ. അപ്പൊ ആ ഒരു അൺകോൺഷ്യസ് മൈൻഡ് ഇങ്ങനെ വർക്ക് ചെയ്യാണ്. അപ്പൊ ഇങ്ങനെ ഉമ്മക്ക് തോന്നുകയാണ് എന്നെ ഇവർ നോക്കണില്ല, എന്നെ പരിപാലിക്കണില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ പറയും. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ക്ഷമ കെടരുത്, ക്ഷമയോടുകൂടെ നോക്കണം കേട്ടോ. ഒരു കുഞ്ഞിന്റെ സ്ഥാനത്താണ് ഈ ഉമ്മ നിൽക്കുന്നത്, കുഞ്ഞിന്റെ സ്ഥാനത്താണ്. ഉമ്മ പറയണ എനിക്ക് ഉമ്മ ഒന്നും തരാറില്ല, നമ്മൾ കുട്ടിക്ക് ഇപ്പോൾ ഭക്ഷണം കൊടുക്കൂലേ? മോനങ്ങനെ പറഞ്ഞോട്ടെ, എന്നാലും ഭക്ഷണം കൊടുക്കും, നിർബന്ധിച്ചു കൊടുക്കൂലേ? കൊടുക്കും. എന്തേ? കുഞ്ഞാണല്ലോ. അതുപോലെ ഒരവസ്ഥ നിങ്ങൾക്ക് വരാനുണ്ട്. ഇങ്ങനെ ഒരു തുടക്കത്തിൽ നിന്ന് അവസാനത്തിലേക്കുള്ള യാത്രയാണ് നിങ്ങളുടെ യാത്രയെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പുനർജീവിപ്പിക്കാൻ കഴിവുള്ളവനല്ലോ. അതിൽ എന്ത് നിങ്ങൾക്ക് സംശയം വേണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ചിന്തിക്കാൻ പറഞ്ഞൊരു പ്രായമാണ് ഈ അർദലുൽ ഉംർ. അർദലുൽ ഉംർ നമ്മൾ എത്തരുത് എന്നാണ്. അത്രയും വലിയൊരു പ്രായം എത്താതിരിക്കാൻ വേണ്ടി ദ്വാരക്കണം എന്നാണ്. നമ്മൾ പിച്ചുമ്പയും പറയുന്ന ഒരു പ്രായം എന്ന് പറഞ്ഞല്ലോ, നുഅമ്മിറുഹു. ഒരുപാട് വയസ്സായിട്ട് ഇങ്ങോട്ട് കിടപ്പിലായി നമ്മൾ മലമൂത്ര വിസർജനം ചെയ്യുന്നതോ അല്ലെങ്കിൽ പറയുന്നതോ ഒന്നും അറിയാത്തൊരു കിടപ്പുണ്ടല്ലോ, ആ ഒരു കിടപ്പിലേക്ക് എത്താതിരിക്കണമെന്ന് ദുആ ചെയ്യണം. നബി തങ്ങൾ ദുആ ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഅവദു യഖൂലു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, നബി തങ്ങൾ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുമായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കസൽ. പടച്ചവനെ, മടി വരാതെ നീ എന്നെ കാക്കേണമേ. മടി വരാ, ആകെ മടിയനായിട്ട് നടക്കുക, ലേസിനെസ്, ലഥാർജി, അങ്ങനെ ഒരു മടി വരാതിരിക്കാനും. വഅഊദു ബിക മിനൽ ജുബ്നി. പേടി വരുന്ന അവസ്ഥ, ഭീരുത്വം, എന്തിനും പേടി. ഉറക്കത്തുനിന്ന് എഴുന്നേറ്റ് ബാത്റൂം പോകാൻ പേടി, അങ്ങനെ എല്ലാറ്റിനും പേടി, എല്ലാറ്റിനും ഭീരുത്വം. വഅഊദു ബിക മിനൽ ഹറമി. അല്ലാഹുവേ, അങ്ങേയറ്റത്തെ വാർദ്ധക്യവും തരല്ലേ പടച്ചവനെ. വഅഊദു ബിക മിനൽ ബുഖ്ലി. പടച്ചവനെ, പിശുക്ക് കാണിക്കുന്ന അവസ്ഥയും എനിക്ക് വരല്ലേ. അല്ലാഹു പൈസ തന്നിട്ടുണ്ട്, ആ പൈസ അല്ലാഹു കൊടുക്കാൻ, അല്ലാഹു ഇഷ്ടമുള്ള വഴിയിലേക്ക്, ദീനീ പ്രസ്ഥാനങ്ങൾക്ക്, ദീനീ സംരംഭങ്ങൾ കൊടുക്കാൻ മടി വരിക, അതൊന്നും എനിക്ക് തരല്ലേ പടച്ചവനെ. ഇതൊക്കെ ചോദിച്ച കൂട്ടത്തിൽ വഅഊദു ബിക മിനൽ ഹറമി. അല്ലാഹുവേ, അങ്ങേയറ്റത്തെ പ്രായാധിക്യവും എനിക്ക് തരാതിരിക്കണേ, തരരുതേ. വേറെ റിവായത്തുകളുണ്ട്, വഅഊദു ബിക മിൻ അർദലിൽ ഉംരി. അർദലുൽ ഉംർ, അങ്ങേയറ്റത്തെ പ്രായാധിക്യം, അത് തരല്ല റബ്ബേ. കടപ്പിലായി പോകുന്ന അവസ്ഥ, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അത് തരരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. ومن نعمره ننكسه في الخلق فلا يعقلون. അല്ലാഹു ഖലഖകും. അല്ലാഹുവാണ് നിങ്ങളെ പടച്ചത്. സുമ്മ യതവഫാകും. നിങ്ങളെ മരിപ്പിക്കുന്നതും അല്ലാഹുവാണ്. വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ. അങ്ങേയറ്റത്തെ പ്രായാധിക്യത്തിലേക്ക് എത്തുന്നൊരു കാലം വരുന്നുണ്ട്. ലാ ലികൈ ലാ യഅലമ ബഅദ ഇൽമിൻ ശൈആ ഇന്നല്ലാഹ അലീമുൻ ഖദീർ. ഒരുപാട് വിവരമുണ്ടായതിന്റെ ശേഷം ഒന്നും മനസ്സിലാവാത്തൊരു പ്രായം വരുന്നുണ്ട്. ലാ യതമന്ന അഹദുകുമുൽ മൗത. ആരും മരിക്കാൻ വേണ്ടി ദുആ ഇറക്കരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ യദ്ഉ ബിഹി മിൻ ഖബ്ലി അൻ യഅതീഹി. മരണം അവനിലേക്ക് വരുന്നതിന്റെ മുമ്പ് അത് വേണമെന്ന് അല്ലാഹുവിനോട് ചോദിക്കുകയും വരുത്. ഇന്നഹു ഇദാ മാത അഹദുകും. നിങ്ങൾ ആരെങ്കിലും മരിച്ചുപോയാൽ ഇൻഖത അമലുഹു. നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ മുറിഞ്ഞു പോകും. നിങ്ങൾ
നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ മുറിഞ്ഞു പോകും. മരിച്ചാൽ പിന്നെ നമുക്ക് കർമ്മങ്ങൾ ചെയ്യാൻ പറ്റില്ലല്ലോ. മരണശേഷം ഉപകാരപ്പെടുന്ന അമലുകളുണ്ട്. ദുആ ചെയ്യുന്ന മക്കള്, ഉപകാരപ്പെടുന്ന ഇൽമ്, പിന്നെ സ്വതക്കത്തുൻ ജാരിയ, ഒരുപാട് കാലം നിലനിൽക്കുന്ന സ്വതക്കകള്, ഇതൊക്കെ കൂലിയുള്ളതാ. പക്ഷേ മറ്റു കാര്യങ്ങളൊക്കെ മുറിഞ്ഞു പോകുന്നു. നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റൂല, ദിക്ർ ചൊല്ലാൻ പറ്റില്ല, സ്വതക്ക ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട്. അതുകൊണ്ട് മരണത്തിന് മുമ്പേ അത് വരണമെന്ന് ചോദിക്കല്ലേ. വഅന്നഹു ലാ യസീദുൽ മുഅ്മിന ഉംറുഹു ഇല്ലാ ഖൈറാ, മുഅ്മിനായ മനുഷ്യന് അവന്റെ വയസ്സുകൊണ്ട് നന്മയല്ലാതെ വർദ്ധിക്കുകയില്ലെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ആയുസ്സിൽ ബർക്കത്ത് തരട്ടെ, ആയുസ് നീട്ടിത്തരട്ടെ. പക്ഷേ അറുദൽ ഉംറിലേക്ക് എത്താതെ അല്ലാഹു നമുക്ക് ആക്കുമാറാകട്ടെ. അറുദൽ ഉംർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്മിനായ മനുഷ്യന് അല്ലാഹുവിനെ സംബന്ധിച്ച് എപ്പോഴും ഓർക്കുകയും ഖുർആൻ ഓതുകയും ചെയ്യുന്ന ആളുകൾക്ക് അർദൽ ഉംർ വരികയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. മഹാനായ മുഹമ്മദ് ഇബ്നു കഅബ് ഖുറദി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൻ ഖറഅൽ ഖുർആന ഖുർആൻ ആരെങ്കിലും ഓതുകയാണെങ്കിൽ, ഖുർആൻ പഠിക്കുകയാണെങ്കിൽ, അവന്റെ ബുദ്ധി കൊണ്ടുള്ള ആശ്വാസം അല്ലാഹു നൽകും. 200 വയസ്സുണ്ടെങ്കിൽ തന്നെയും ബുദ്ധിക്കൊരു കുഴപ്പം സംഭവിക്കൂലെന്നാ ഖുർആൻ ഓതുന്നവർക്ക്. അത് ഖുർആനിന്റെ ഒരു അത്ഭുതമാണ്. ഒരുപാട് പഠനങ്ങൾ അങ്ങനെ നടന്നിട്ടുണ്ട്. എല്ലാം മറന്നു പോകുന്ന ആളുകൾ ഖുർആൻ മറക്കാറില്ല. ഹിഫ്ളുള്ള ആളുകൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കും, എല്ലാം മറന്നിട്ടുണ്ടാവും, പക്ഷെ ഖുർആൻ മറക്കൂല. അത് മുഅ്മിനായ മനുഷ്യർക്ക് എന്ത് വരില്ല, പ്രായാധിക്യത്തിന്റെ അവസ്ഥ വരികയില്ലെന്ന് അല്ലാഹു തആല പറയുന്നുണ്ട് സൂറത്തു തീനിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والتين والزيتون وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم الحاكمين. തീനും സൈത്തൂനും തൂർസീനയും മക്കയെയും ബലദുൽ അമീനെയൊക്കെ സത്യം ചെയ്തിട്ട് അല്ലാഹു പറയുന്നത്, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, മനുഷ്യനെ അല്ലാഹു ഏറ്റവും നല്ല രൂപത്തിലാണ് പടച്ചിട്ടുള്ളത്, ഏറ്റവും നല്ല രൂപത്തിൽ. ثم رددناه أسفل سافلين, എന്നിട്ട് അല്ലാഹു മനുഷ്യനെ വളരെ താഴേക്ക് കൊണ്ടുപോകും, പ്രായാധിക്യത്തിലേക്ക് കൊണ്ടുപോകും. ഒരർത്ഥം അതാണ്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്തി, ഈമാനും സൽക്കർമ്മവും ചെയ്തവരൊഴികെ. ഈ ആയത്തിന് മുഫസ്സിരീങ്ങൾ കൊടുക്കുന്ന ഒരർത്ഥം, വേറെ അർത്ഥങ്ങളുണ്ട്. ഒരർത്ഥം, ഈമാനും സൽക്കർമ്മങ്ങളുമുള്ള ആളുകൾക്ക് താഴേക്കിടയിലേക്കുള്ള ഈ പോക്കുണ്ടാവുകയില്ല, അങ്ങേയറ്റത്തെ പ്രായാധിക്യം വരികയില്ല. ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ, അല്ലാഹു അവർക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലത്തിന് അവസരം കൊടുക്കുകയും ചെയ്യും. എത്ര വയസ്സായാലും കുഴപ്പമുണ്ടാവില്ല. സൗദി അറേബ്യയിലെ ഒരു 80 കഴിഞ്ഞ ഒരു സഹോദരിയുടെ ഒരു ചരിത്രം, ഒരു സംഭവം ഉദ്ധരിക്കപ്പെടാറുണ്ട്. അവര് 70 വയസ്സായ സമയത്ത് ഖുർആൻ ഹിഫ്ളാക്കാൻ തുടങ്ങിയത്. 70 വയസ്സായപ്പോൾ ഖുർആൻ ഹിഫ്ളാക്കാൻ തുടങ്ങി. 80 ആയപ്പോഴേക്കും ഖുർആൻ പരിപൂർണമാക്കി. അപ്പൊ വയസ്സാകുന്ന സമയത്ത് നമ്മൾ ഒന്നിനും കഴിയാതെ വളരെ ഇനാക്റ്റീവായിട്ട് ഇരിക്കരുത് എന്നാ നമ്മളെ സംബന്ധിച്ചുള്ള മലയാളികളായ നമ്മുടെ നാട്ടുകാരും ഞാൻ അടക്കമുള്ള നമ്മളൊക്കെയുള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല്, നമ്മൾ ഓടാൻ തുടങ്ങുന്നത് 40 കഴിഞ്ഞതിന് ശേഷമാണ്. ശരിക്കും 20-25 മുതൽ ഓട്ടം തുടങ്ങണം. ഒരൽപ്പം ഒരു എക്സസൈസോ, ഒരു ജോഗിങ്ങോ, ഒരു നടത്തോ, ഒരു ജിമ്മിനോ എങ്ങനെയെങ്കിലും പോയിട്ട് ശരീരത്തിൽ നിന്ന് വർക്കൗട്ട് ചെയ്യണം. നമ്മൾ തിന്നുകയാണ്, കുടിക്കുകയാണ്, ചോറ് കഴിക്കുകയാണ്, പിന്നെയും ചോറ് കഴിക്കുകയാണ്, പിന്നെ വത്തല് കഴിക്കുകയാണ്, പിന്നെ വത്തിരി കഴിക്കുകയാണ്, പിന്നെ അപ്പം കഴിക്കുകയാണ്. ഇങ്ങനെ ഈ ഗ്ലൂക്കോസ് മാത്രമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ നടക്കാൻ തുടങ്ങിയപ്പോ
45 ആകുമ്പോൾ ഡോക്ടർ പറയാണ് ഇനി നടന്നിട്ടില്ലെങ്കിൽ ഔട്ടായി പോകുന്നു. അപ്പൊ നടക്കുകയാണ് ട്രൗസറൊക്കെ ഇട്ടിട്ട്. നമ്മൾ വളരെ നേരത്തെ തുടങ്ങേണ്ട സംഗതിയാണത്. അപ്പൊ നമുക്ക് 60 ആകുമ്പോഴേക്കും വയസ്സായി കഴിഞ്ഞു എന്ന് തോന്നുകയാണ്. ഇപ്പൊ 60 ആയില്ലേ, റിട്ടയർമെന്റ് കൂടെ ആയിക്കഴിഞ്ഞാൽ ഇപ്പൊ റിട്ടയർഡ് ആയല്ലോ, മാനസികമായിട്ട് തന്നെ നമ്മളൊരു ഇരുത്തത്തിലേക്ക് വന്നു. അങ്ങനെ ശരിക്ക് വളരെ ക്രിയേറ്റീവായി വർക്ക് ചെയ്യേണ്ട സമയം മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും ബാക്കിയുണ്ടെന്നാ. നമ്മൾ എന്ത് ചെയ്യുക, വളരെ നേരത്തെ കിട്ടുന്ന സമയമൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ചെയ്യുക. ഞാൻ എൻ്റെ സ്വന്തം നഫ്സിനോട് ഇതിങ്ങനെ മനസ്സിൽ പറയേണ്ട, റബ്ബേ ഈ നടക്കാൻ നേരം കിട്ടുമോ? ഞാൻ എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ ഇപ്പൊ അത് ആലോചിച്ചുകൊണ്ടിരിക്കണം. നിങ്ങളോട് ഇപ്പൊ പറയണേ ഞാനിപ്പോ ചെയ്യണ്ടേ? അവിടെ നിങ്ങൾ നടന്നോളിട്ടോ. ഇൻഷാ അല്ലാഹ് സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ നടക്കും. ഇപ്പൊ കിട്ടണില്ല, തീരെ കിട്ടാതെയാണ്. അപ്പോ ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യാം. അപ്പോഴേ ആരോഗ്യം നിലനിൽക്കുള്ളൂ. നാട്ടിൽ നമ്മൾ നടക്കാൻ തീരെ സൗകര്യപ്പെടാറില്ല. ഇവിടെയൊക്കെ പിന്നെയും കുറച്ചൊക്കെ ഒഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ അല്ലേ, ഒന്ന് നടക്കുക. ശരീരം എന്ത് ചെയ്യുക, കേടുവരുന്നവരെ വെയിറ്റ് ചെയ്യരുത്. കേടുവരുന്ന മുമ്പ് തന്നെ എന്ത് ചെയ്യുക, നടന്നൊക്കെ തുടങ്ങി എപ്പോഴും ഊർജ്ജസ്വലമായ ആരോഗ്യമുള്ള അവസ്ഥയിലേക്ക് ആയിരിക്കുക. മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ക്രിയേറ്റിവിറ്റി വർദ്ധിക്കുന്നതാണ്. അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിലേക്ക് പോകുമ്പോൾ വയസ്സ് 70 ആയിരുന്നു. 70 വയസ്സായപ്പോഴും അവിടുത്തെ മക്കൾ പറഞ്ഞു, 4 മക്കളുണ്ട് അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു. കാലിന് മുടന്താണ്, ലൈമായിരുന്നു ബഹുമാനപ്പെട്ടവർ റളിയല്ലാഹു അൻഹു. ഷഹീദാണ്, സ്വർഗത്തിലേക്ക് ദഖലൽ ജന്നത ബിഅറജതിഹി, അവിടുത്തെ കാലിന്റെ മുടന്തുകൊണ്ട് തന്നെ സ്വർഗത്തിൽ കടന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 70 വയസ്സായപ്പോഴാ പറഞ്ഞത് ഇൻഫിറു ഖിഫാഫൻ ഔ സിഖാല, നിങ്ങൾക്ക് ഭാരമുണ്ടെങ്കിലും ഭാരമില്ലെങ്കിലും, നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാവരും പോണം എന്ന് സൂറത്തുൽ അൻഫാൽ ഇറങ്ങിയപ്പോ ഞാൻ പോവാണ് മക്കളെ. വാപ്പ നിങ്ങൾ പോണ്ട, നിങ്ങൾക്ക് പകരം ഞങ്ങൾ പോയിക്കോളാം വാപ്പ, പക്ഷെ ഞാൻ പോവാണ് മക്കളെ. അല്ലാഹു ഇൻഫിറു ഖിഫാഫൻ ഔ സിഖാല എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ പോവാണ്, എനിക്ക് പോണം. നബി തങ്ങളോട് ചോദിച്ചു, തങ്ങൾ സമ്മതം കൊടുത്തു. അങ്ങനെ 70-ാമത്തെ വയസ്സിൽ പോയി യുദ്ധത്തിലേക്ക് ഇറങ്ങി ഷഹീദായ മഹാനാണ് അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു. ആ വയസ്സായപ്പോഴും ഒരു കുഴപ്പം സംഭവിച്ചില്ല. വലിയ വലിയ ആലിമീങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. വലിയ വലിയ ആലിമീങ്ങൾ അവർക്ക് എത്ര 90-100 വയസ്സായാലും അവരെന്ത് ചെയ്യുക, അവരുടെ മുത്താലയും അവരുടെ പഠനവും അവരുടെ ദർസും അവരുടെ ചിന്തകളും അവര് ഫത്വ കൊടുക്കുന്നതും പറഞ്ഞു കൊടുക്കുന്നതും ഒരു ബുദ്ധിക്ക് ഒരു ഖലലും സംഭവിക്കൂല, ബുദ്ധിക്കൊന്നും സംഭവിക്കൂല. ഇത് ഖുർആൻ ഓതുന്നവർക്ക് അള്ളാഹു നൽകുന്നൊരു മഹത്വമാണ്. അള്ളാഹു തആല നമ്മെ സഹായിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അപ്പോൾ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. അള്ളാഹു തആല നല്ല അവസ്ഥയിൽ നിങ്ങളെ പടച്ചു, പിന്നീട് നിങ്ങളെ അള്ളാഹു വാർദ്ധക്യത്തിലേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് ഇല്ലല്ലദീന ആമനു, ഒരു വിഭാഗം ഒഴികെ. അവരാരാ? അള്ളാഹുവിൽ ഈമാൻ ഉണ്ടാവുകയും വഅമിലുസ് സ്വാലിഹാത്തി, സൽക്കർമ്മം ചെയ്ത് നടക്കുകയും ചെയ്യുന്ന ആളുകൾ. അവർക്കിത് ബാധിക്കുകയില്ല. അപ്പോ ഇൻഷാ അല്ലാഹ് ഖുർആൻ ഒത്ത് വർദ്ധിപ്പിക്കുക. അതിനെ സംബന്ധിച്ചുള്ള ഹദീസുകൾ വേറെയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മഹാന്മാരായ സ്വഹാബികൾ എന്ന് ഉദ്ധരിക്കുകയാണ്, മൻ ഖറഅൽ ഖുർആന, ഖുർആൻ ഓതുന്ന ആളുകൾക്ക് അർദലുൽ ഉംർ സംഭവിക്കുകയില്ല. ഖുർആൻ ഓതുക എന്ന് പറഞ്ഞത് പഠിച്ചു, അത് തിലാവത്ത് ചെയ്തു, ഹിഫ്ള് ചെയ്തു, അങ്ങനത്തെ ആളുകൾക്ക് അർദലുൽ ഉംർ സംഭവിക്കുകയില്ലെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്ന അബ്ഖന്നാസി ഉഖൂലൻ ഖുറാഉൽ ഖുർആൻ, ഖുർആൻ ഓതുന്ന ആളുകൾ ജനങ്ങളിൽ ബുദ്ധി നഷ്ടപ്പെടാതെ ഒരുപാട് കാലം നിലനിൽക്കുന്നവർ ഖുർആൻ ഓതുന്നവരാണെന്ന് മഹാനായ അബ്ദുൽ മലിക് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. ഇക്രിമ തങ്ങൾ പറഞ്ഞു, ഖുർആന്റെ മുഫസ്സിറാണ്, താബിഈയാൻ, മൻ ജമഅൽ ഖുർആന ലം യുറദ്ദ ഇലാ അർദലിൽ ഉംരി, ഖുർആനിനെ ഒരുമിച്ച് കൂട്ടിയ ആൾ, ഖുർആനെ മനസ്സിൽ ഒരുമിച്ച് കൂട്ടുക, ശരീരത്തിൽ കർമ്മങ്ങളെ കൊണ്ട് ഒരുമിച്ച് കൂട്ടുക, അവരെ ഒരിക്കലും തന്നെ അർദലുൽ ഉംറിലേക്ക് പോവില്ല. ഈ സൂറത്തു തീനിൽ അവിടെ വേറെയും ആശയങ്ങളുണ്ട് കേട്ടോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുത്ത തഫ്സീറാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ ആശയത്തിലാണ് ബഹുമാനപ്പെട്ടവർ ഉദ്ധരിച്ചിട്ടുണ്ട്, മൻ ഖറഅൽ ഖുർആന ലം യുറദ്ദ ഇലാ അർദലിൽ ഉംർ വദാലിക ഖൗലുഹു തആല സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കുമാറാകട്ടെ. വയസ്സൊക്കെ ആവുമ്പോൾ വല്ലാത്തൊരവസ്ഥയാണ്. നമ്മള് എന്തായാലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത, അൺഅവോയ്ഡബിൾ, ഇനവിറ്റബിൾ, നമുക്കൊരിക്കലും വേണ്ടാന്ന് പറഞ്ഞ് ഒഴിവാകാൻ പറ്റാത്തൊരു സംഗതിയാണ്. അത് വയസ്സായിക്കൊണ്ടിരിക്കുകയല്ലേ, കലണ്ടർ ഇങ്ങനെ മാറുന്ന കാണുന്നില്ല നിങ്ങള്? അപ്പൊ നമുക്ക് വയസ്സായിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ അർത്ഥം. കുട്ടിക്ക് എത്ര വയസ്സായി എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വയസ്സ് കൂടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആയുസ്സിൽ ബർക്കത്ത് തരട്ടെ.
അല്ലാഹു ബർക്കത്ത് തരട്ടെ, അല്ലാഹു ബർക്കത്ത് തരട്ടെ. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വ സല്ലിം അലൈഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്ന മിൻ ഇജ്ലാലില്ലാഹി തആല, അല്ലാഹുവിനെ ബഹുമാനിക്കുന്നതിന് തുല്യമാണ് ഇക്റാമു ദിശ്ശൈബത്തിൽ മുസ്ലിം, മുസ്ലിമായ പ്രായമുള്ള ഒരു മനുഷ്യനെ ബഹുമാനിക്കുന്നത് അല്ലാഹുവിനെ ബഹുമാനിക്കുന്നതിന് തുല്യമാണ്. അല്ലാഹുവിനെ മുമ്പ് കണ്ടിട്ട് ബഹുമാനിച്ച എങ്ങനെ ഉണ്ടാവും? അതുപോലെ അല്ലെങ്കിൽ അല്ലാഹു തആലയെ ഉദ്ദേശിച്ചു ബഹുമാനിക്കുന്ന പോലെ, അല്ലാഹുവിനെ ബഹുമാനിക്കുന്ന പോലെയാണ് നമ്മൾ അല്ലാഹുവിനെ ബഹുമാനിക്കുന്ന തുല്യമാണ് പ്രായമുള്ള ഒരാളെ ആ പ്രായം മാനിച്ച് ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ. ഇക്റാമു ദിശ്ശൈബത്തിൽ മുസ്ലിം, പ്രത്യേകിച്ചും മുസ്ലിമാണെങ്കിൽ അവരെ പ്രായാധിക്യത്തിന് വേണ്ടി ബഹുമാനിച്ചാൽ അത് അല്ലാഹുവിനെ ബഹുമാനിക്കുന്നതിന് തുല്യമാണ്. സീനിയർ സിറ്റിസൺ എന്നൊക്കെ എഴുതി വെക്കൂലേ ബസ്സിലൊക്കെ, KSRTC-ലൊക്കെ അല്ലേ സീനിയർ സിറ്റിസൺ ഇരിക്കാനുള്ള, ട്രെയിനിലൊക്കെ കാണും സീനിയർ സിറ്റിസൺ. മുസ്ലിമീങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല. പ്രായമുള്ള ആൾ വന്നു ഉടനെ എഴുന്നേറ്റ് കൊടുത്തു, അവിടെ തർക്കിക്കാൻ നിൽക്കൂല, എന്റെ സീറ്റ് ഞങ്ങളതാണ്, ഇരുന്നോളൂ, നിങ്ങൾക്കാണ് അർഹത. എന്തുകൊണ്ട് ഒരു മനുഷ്യന്റെ പ്രായം മാനിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ഒരു വൃദ്ധനായ മനുഷ്യനെ ബഹുമാനിച്ചാൽ ഈ ചെറുപ്പക്കാരന് പ്രായമാകുമ്പോൾ അയാളെ സഹായിക്കാൻ മറ്റൊരാളെ അള്ളാഹു റെഡിയാക്കും, അള്ളാഹു ഏർപ്പാട് ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇയാളെ ബഹുമാനിച്ചാൽ ഇവന് പ്രായം വരുമ്പോ ബഹുമാനിക്കാൻ ആളുണ്ടാവും. കാരണം ഇതൊന്നും നമ്മളാരും ഉദ്ദേശിച്ച് നമ്മളാരും അള്ളാഹിനോട് ചോദിച്ചു വാങ്ങുന്നതല്ല, അള്ളാഹുവിന്റെ ഖളായിൽ സംഭവിക്കുന്ന വിഷയങ്ങളാണ്, അള്ളാഹുവിന്റെ ഖളായിൽ സംഭവിക്കുന്ന സംഭവങ്ങളാണ്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് പ്രായമുള്ളവരെ ബഹുമാനിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഗിമ അൻഫു ثم رغم أنفه, മൂക്ക് മണ്ണിൽ കുത്തട്ടെ, മൂക്ക് മണ്ണിൽ തട്ടട്ടെ എന്ന് 3 പ്രാവശ്യം പറഞ്ഞപ്പോൾ ഖീല മൻ യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ അയാൾ? മൂക്ക് മണ്ണിൽ തട്ടട്ടെ എന്ന് പറഞ്ഞാൽ നശിച്ചു പോകട്ടെ, അയാൾക്ക് നഷ്ടം സംഭവിക്കട്ടെ എന്ന് പറയാൻ അറബിയിലുള്ള പ്രയോഗമാണിത്. റഗിമ അൻഫു, മൂക്ക് മണ്ണിൽ തട്ടട്ടെ എന്ന്. അങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞപ്പോൾ ആരാണ് നബിയെ അങ്ങ് ഉദ്ദേശിച്ചത്? മൻ അദ്റക അബവൈഹി ഇൻദഹു, മൻ അദ്റക അബവാഹു ഇൻദഹു അൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലം യുദ്ഖിലാഹുൽ ജന്നഹ. ഭയങ്കര ഹദീസാണ്. വൃദ്ധസദനങ്ങളൊന്നും പിന്നെ ആവശ്യമില്ല, അവനവന്റെ വീട്ടിലുള്ള സൗകര്യത്തിൽ ഉമ്മാനി വാപ്പാനി നോക്കുക. മൻ അദ്റക, മൻ ഒരാൾ അദ്റക അബവാഹു ഇൻദഹുൽ കിബറ, അവന്റെ അരികത്താണ് ഉമ്മാക്കും വാപ്പാക്കും വാർദ്ധക്യം വന്നെത്തിയത്, ഉമ്മാക്കും വാപ്പാക്കും വാർദ്ധക്യം വന്നു അവന്റെ അരികത്തായിരിക്കെ എന്ന് പറഞ്ഞാൽ പ്രായമുള്ള ഉമ്മയും വാപ്പയെയും അവന്റെ കൂടെ അവൻ ജീവിപ്പിച്ചു. അഹദുഹുമാ, ഉമ്മ മാത്രം, ഔ കിലാഹുമാ, അല്ലെ ഉമ്മയും വാപ്പയും, അല്ലെ വാപ്പ മാത്രം ഉമ്മ മരിച്ചിട്ടുണ്ട്, അല്ല 2 പേരോ ഒരാളോ ഇവന്റെ കൂടെ ജീവിച്ചു. എത്രയോ ആളുകൾ അങ്ങനെ ഉണ്ട്. ഉമ്മ എന്റെ കൂടെ താമസിക്കണം, ഉമ്മ എന്റെ പേരയിൽ താമസിക്കണം, ഉമ്മാനെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന എത്രയോ കുടുംബങ്ങൾ. മാഷാ അല്ലാഹ്, അല്ലാഹു അവർക്കൊക്കെ നല്ല ജസാ ഖൈർ ചെയ്യട്ടെ, ആമീൻ. എത്രയോ ആൾക്കാർ അങ്ങനെ ഉണ്ടാവും. നേരെ മറിച്ചുണ്ടാവും, ഉമ്മ വാപ്പ നോക്കാൻ നമ്മൾക്കുണ്ടാവില്ല, അമ്മ ഗൾഫ് പോവുകയാണ് എന്നുകൊണ്ട് എന്ത് ചെയ്യാ, ഞാൻ പോരാണെങ്കിൽ എന്തെങ്കിലും വിഷയം അന്നൊക്കെയെന്ന് പറഞ്ഞ് പെണ്ണ് മാപ്പിളുടെ ഒപ്പം കൂടിയിട്ടുണ്ടാവും. എന്തേ മാനി വാപ്പാനെ നോക്കാനാവില്ല എന്ന് വിചാരിച്ചിട്ടേ കഴിച്ചിലായി പോകുന്നു. അങ്ങനെ രക്ഷപ്പെട്ടു വന്നവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടോ എന്ന് അല്ലാഹു ആലം. അവിടെ എന്നാ നോക്കേണ്ടി വരും. അതുകൊണ്ട് റഗിമ അൻഫു, മൂക്ക് മണ്ണിൽ തട്ടട്ടെ എന്ന് 3 പ്രാവശ്യം നഷ്ടമാണ് പറ്റിയത്. ആരുടെ കൂടെയാണോ ഉമ്മയും വാപ്പയും വാർദ്ധക്യത്തിലാവുകയും ഫലം യുദ്ഖിലാഹുൽ ജന്ന, എന്നിട്ട് ഇവന് സ്വർഗത്തിൽ പോവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവന് നഷ്ടം തന്നെയാണ്. ഉമ്മയും വാപ്പയും വീട്ടിൽ വാർദ്ധക്യത്തിൽ ഉണ്ടായിരിക്കെ അവരെ നോക്കിയാൽ ഇവന് സ്വർഗം കിട്ടുമായിരുന്നു. എത്രയോ കുരുത്തക്കേട് കളിച്ചിട്ടുണ്ടാവും, പക്ഷെ അള്ളാഹു ഉമ്മായും വാപ്പയെ നോക്കിയാൽ ഇതിന്റെ കൂലി കൊണ്ട് പുറത്തു തന്നേക്കാം. അതവൻ ചെയ്യാതെ ഉമ്മായും വാപ്പയെ നോക്കിയില്ല, തിരിഞ്ഞു നോക്കിയിട്ടില്ല, മരിച്ചപ്പം പിറ്റേന്ന് തന്നെ എത്തി സ്വത്ത് ഊരി വെക്കാനുള്ള ചർച്ചക്ക്.
ലം യുദ്ഖിലാഹുൽ ജന്ന, സ്വർഗത്തിൽ പോവാനുള്ള ഭാഗ്യം വാപ്പയും ഉമ്മയും നോക്കിയിട്ട് കിട്ടാത്ത മനുഷ്യന് നഷ്ടമാണ്, പിന്നെയും നഷ്ടമാണെന്ന് പറഞ്ഞത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണം, പ്രായം വരുമ്പോ അവരെ നോക്കുക. വാർദ്ധക്യം നമുക്ക് സ്വർഗം കിട്ടാനുള്ള വഴി നമ്മുടെ മുമ്പിലേക്ക് തരികയാണ്. അവർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്നത്, ഡോക്ടറെ കാണിക്കുന്നത്, കൊണ്ടുവരുന്നത്, പോകുന്നതൊക്കെ അങ്ങനെയാണ്. ഉമ്മയും വാപ്പയ്ക്കും വേണ്ടി ദുആ ഇറക്കണമെന്ന് പറഞ്ഞില്ലേ? വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. പടച്ചവനെ, ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എന്നെ വളർത്തിയതുപോലെ നീ അവരോട് റഹ്മത്ത് ചെയ്യണമേ. കമാ റബ്ബയാനി സഗീറാ. എന്നെ വളർത്തിയല്ലോ, മരിക്കാതെ മതി. എന്നോട് ചിലപ്പോൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവാം, എന്നോട് കരുണയോടുകൂടെ വളർത്തി എന്നൊന്നുമില്ല. എന്നെ വളർത്തിയിട്ടുണ്ടല്ലോ, ഞാൻ മരിച്ചിട്ടില്ലല്ലോ. ഉമ്മയും വാപ്പയും വായിലേക്ക് വെള്ളം വെച്ചെന്നില്ലായിരുന്നെങ്കിൽ മരിച്ചു പോകുന്നൊരു പ്രായം. കൊച്ചുകുട്ടികളൊക്കെ അങ്ങനെയല്ലേ? ചെറിയ മക്കൾക്ക് എന്തറിയാൻ പറ്റും? നമ്മൾ ചെറിയ മക്കൾക്ക് അറിയാം ഇവർ അബുദാബിയിലപ്പോൾ ഉള്ളത്, ഇവിടെ വരാൻ വിസ വേണമെന്നും ടിക്കറ്റ് വേണമെന്നും. നമ്മൾ വേറെ നാട്ടിലാന്ന കുട്ടിയൊക്കെ അറിയാം, ഇവർക്കൊന്നും അറിയില്ലല്ലോ, ചെറിയ മക്കളല്ലേ. ഉമ്മയും വാപ്പ എവിടെ ഇട്ട് പോയാൽ, ഞാൻ നാട്ടിൽ പോയ സമയത്ത് എൻ്റെ ചെറിയ മോള് ഇപ്പൊ 8 വയസ്സായി. അപ്പൊ അവൾക്കൊരു 4-5 വയസ്സൊക്കെ ആയ സമയത്ത് ചാവക്കാട് ഒരു സ്ഥലത്ത് ഞാനൊരു വീട്ടിൽ മരണം ഉണ്ടായപ്പോ കാണാൻ വേണ്ടി പോയിരുന്നു നാട്ടിലെത്തി. അങ്ങനെ ഞങ്ങളൊരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു. മഗ്‌രിബിന് ഉമ്മയും കൂടെ ഉണ്ട്, മോളും കൂടെ കൂടിയിരുന്നു. അപ്പൊ ഞാൻ വെറുതെ മോളോട് പറഞ്ഞു, എന്ത് മോളെ ഭക്ഷണം കഴിക്കട്ടോ, പിന്നെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇപ്പൊ നിന്നെ ഇവിടെ ഇട്ട് പോവേ എന്ന് പറഞ്ഞപ്പോ, അപ്പോ അബീന്നാ വിളിക്കാം. അബി ഇന്നിട്ട് പോയാലേ അബിനോട് ഞാൻ മിണ്ടൂല. അവർക്ക് അത്രേ പറയാൻ അറിയുള്ളൂ. അവിടെ ഇട്ടുപോയാൽ ഞങ്ങളോട് മിണ്ടൂല, തെറ്റുട്ടോ. അപ്പൊ കുട്ടികളുടെ ഒരു നിസ്സഹായത, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്നിട്ടുപോയാൽ മിണ്ടൂലട്ടോ. ചെറിയ പ്രായമായിരുന്നു, 3-4 ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പൊ കുട്ടികളെ ഉമ്മയുടെയും വാപ്പയുടെയും റഹ്മത്തില്ലെങ്കിൽ അവർക്ക് വളരാൻ പറ്റൂല. അവർക്ക് സംരക്ഷണം, അവർക്ക് ഭക്ഷണം, അവർക്ക് വെള്ളം, ഇതൊക്കെ ഉമ്മ കൊടുക്കണ്ടേ, വാപ്പ കൊടുക്കണ്ടേ? അപ്പൊ നമ്മുടെ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ തന്നുവല്ലോ, അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് റബ്ബേ നീ അവർക്ക് റഹ്മത്ത് ചെയ്യ് എന്ന് എപ്പോഴും ദുആ ഇറക്കണമെന്ന. വഖളാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അല്ലാഹു തആല തീർച്ചയായും നിങ്ങളോട് നിർബന്ധപൂർവം ഏൽപ്പിച്ചിരിക്കുകയാണെന്ത്? അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം, ഉമ്മാക്കും വാപ്പാക്കും നന്മ ചെയ്യണം. അപ്പോൾ ഉലമാ പറയാണ്, നിസ്കരിക്കുന്നത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. ഉടനെ പറഞ്ഞു ഉമ്മാക്കും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്, ഉമ്മാക്കും വാപ്പാക്കും നന്മയും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോ നിസ്കാരത്തിന്റെ കൂടെ നിസ്കരിച്ചു കഴിഞ്ഞാൽ ദ്വാരക്കുമ്പോ എന്റെ ഉമ്മാക്കും വാപ്പാക്കും പുറത്തു കൊടുക്കണമേ എന്ന് ദ്വാരക്കും ചെയ്താൽ ഈ ഖുർആനിന്റെ കൽപ്പന നമ്മൾ അംഗീകരിച്ചു, നമ്മൾ പ്രവർത്തിച്ചു എന്ന് വരും. നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട്, നിസ്കരിക്കണം എന്നുള്ള പറഞ്ഞിട്ടുണ്ട്, അവന് ഇബാദത്ത് ചെയ്യണം. ഉടനെ തന്നെ എന്ത് പറഞ്ഞു? ഉമ്മാക്കും വാപ്പാക്കും നന്മയും ചെയ്യണം. അപ്പൊ എല്ലാ നിസ്കാരം കഴിഞ്ഞാലും നിസ്കാരത്തിന്റെ കൂടെ എന്ത് ചെയ്യുക? ഉമ്മാക്കും വാപ്പാക്കും ദുആ കൊടുക്കുക. എന്തേ? നിസ്കരിക്കാൻ പറഞ്ഞ അല്ലാഹു അല്ലേ, ഉമ്മയും വാപ്പയും നോക്കണം എന്ന് പറഞ്ഞതും അല്ലാഹുവാണ്. അതുകൊണ്ട് അത് ചെയ്യും. ഉമ്മയും വാപ്പയും എന്ത് സ്വഭാവക്കാരായിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യുക? അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഒരാൾ വന്നു. യാ അമീറൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമീറായവരെ, ലഖദ് ബലഗ ബിർരി ബി ഉമ്മി, എന്റെ ഉമ്മാക്ക് ഞാൻ ഒരുപാട് സേവനം ചെയ്തു ഉമർ എന്നവരെ. അന്നഹാ ലാ തഖ്ദി ഹാജതഹാ ഇല്ലാ വളഹിരി ലഹാ മതിയാ, എന്റെ പുറം വാഹനമായി ഉപയോഗിക്കാതെ ഒരു കാര്യവും എന്റെ ഉമ്മാക്ക് ചെയ്യാൻ പറ്റില്ല. എന്റെ ഉമ്മയെ ഞാൻ പുറത്തു കൊണ്ടുപോകണം, വീൽ ചെയറൊന്നുമില്ലല്ലോ, എന്നെ പുറത്ത് ഞാൻ കൊണ്ടുപോകും. അഹ്മിലുഹാ, ഉമ്മയെ ഞാൻ ചുമക്കുന്നുണ്ട്. വഅദ്ഹബു ബിഹാ ഇലൽ മിർഹാദി, ടോയ്ലറ്റിലേക്ക് വരെ ഉമ്മയെ ഞാനാണ് പൊക്കിക്കൊണ്ടുപോകുന്നത്. ഖമാ കാനത് തഫ്അലു ബി ഫിസ്ഗരി, ഞാൻ കുട്ടിയായിരുന്നപ്പോ എന്നെ ഉമ്മ കൊണ്ടുപോയിട്ടുണ്ടല്ലോ. അല്ലെ, കുട്ടികൾക്ക് പാമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിന്റെ പേരാണ്, ഡയാപ്പർ എന്നല്ലേ പറയേണ്ടത് അല്ലേ? ടൂത്ത് പേസ്റ്റിനൊക്കെ കോൾഗേറ്റ് എന്ന് പറഞ്ഞ മാതിരി കുട്ടികളുടെ ആ ഡയാപ്പറിനൊക്കെ നമ്മൾ പാമ്പേഴ്സ് എന്നാ പറയാ. കമ്പനിക്കാര് നമുക്കൊല്ലം തരണം, ഇങ്ങനെ വർഷം ചെയ്യണില്ലേ? അപ്പൊ ഡയാപ്പേഴ്സ് ഒക്കെ മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യും? കുട്ടികളുടെ അതൊക്കെ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് ക്ലീൻ ആക്കി കൊടുക്കണില്ലേ ഉമ്മാരെ? കുട്ടികൾ എടുത്തുകൊണ്ട് പോകുന്നില്ലേ?
എന്ന പോലെ ഉമർ എന്നവരെ എന്റെ ഉമ്മയെ ഞാൻ ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ബാത്റൂം എന്ന് പറഞ്ഞ പിന്നെ മതി, ബാക്കിയെല്ലാം ഉമ്മാക്ക് ഇയാൾ ചെയ്തു കൊടുക്കണം. അത്രക്ക് ഞാൻ ഉമ്മാക്ക് നന്മ ചെയ്തിട്ടുണ്ട് ഉമർ എന്നവരെ. എനിക്ക് എന്തൊക്കെയാണോ ഉമ്മ ചെയ്തു തന്നത് അത് ഞാൻ ഉമ്മാക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഉമ്മയോട് ചെയ്യേണ്ട ബാധ്യത ഞാൻ ചെയ്തു കഴിഞ്ഞുവോ? എന്റെ തോളിലേറ്റിയിട്ടാണ് ഞാൻ ബാത്റൂമിൽ വരെ ഉമ്മയെ കൊണ്ടുപോകുന്നത്. ഉമ്മ അങ്ങനെ ചെറുപ്പത്തിൽ എന്നെ കൊണ്ടുപോയിരുന്നല്ലോ. ഇതൊക്കെ ചെയ്തിട്ട് ഉമ്മയോട് ചെയ്യേണ്ട ബാധ്യത ഞാൻ ചെയ്തുവോ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ, ചെയ്തിട്ടില്ല. ഇത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഫിഖഹാണ്, ബഹുമാനപ്പെട്ടവരെ മനസ്സിലാക്കുന്ന വിഷയം. ഇന്നഹാ കാനത് തഫഅലു ബികദാലിക വതതമന്നാ ലക ഉംറൻ തവീല. നീ കുഞ്ഞായിരുന്നപ്പോ നിന്നെ ബാത്റൂമിൽ കൊണ്ടുപോയത്, നിനക്ക് ഭക്ഷണം തന്നത്, നിന്നെ എടുത്തുമ്മ നടന്നതൊക്കെ നീ വലുതാവണം, നീ വലിയ ആളാവണം, നിനക്ക് ആയുസ്സുണ്ടാവണം, പനി വരുമ്പോഴേക്കും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയത് നീ പെട്ടെന്ന് മരിച്ചേക്കണ്ട. ഇതിനല്ലേ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നത്? നീ പെട്ടെന്ന് മരിച്ചേക്കണ്ട, നീ ജീവിക്കണം എന്ന ആഗ്രഹത്തോടു കൂടെയാണ് നിന്റെ ഉമ്മ ഇതൊക്കെ ചെയ്തതെങ്കിൽ നീ ഉമ്മാക്ക് ചെയ്യുമ്പോ, ഇത്രയും പ്രായമുള്ള ഒരു ഉമ്മാക്ക് നീ ചെയ്യുമ്പോ, ഉമ്മ ഒരു പക്ഷേ നാളെ മരിക്കും, മറ്റന്നാൾ മരിക്കും, അധിക കാലൊന്നും ഇല്ലല്ലോ, കുറച്ചു കാലമല്ലേ ഉള്ളൂ, ഉമ്മ മരിക്കുമല്ലോ എന്ന പ്രതീക്ഷയിലല്ലേ നീ ഈ ചെയ്യുന്നത്. നിന്റെ ഉമ്മ നിനക്ക് ചെയ്തെന്നത്, നിനക്ക് ജീവനുണ്ടാകണം, നീ മരിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് ഉമ്മ ചെയ്തതും നീ ചെയ്തതും ഒരുപോലെയല്ല എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. ഇങ്ങനെയാണ് വലിയമാക്ക് സുഖമില്ല എന്നൊക്കെ പറഞ്ഞ ICU ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞ് മക്കളൊക്കെ ഗൾഫിൽ നിന്ന് അബുദാബിയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് നാട്ടിക്ക് വന്നു. നാട്ടിക്ക് എല്ലാവരും ഓടിക്കൂടി എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും മനസ്സിൽ എന്തായാലും 10 ദിവസത്തെ എമർജൻസി എടുത്തിട്ടാ വന്ന്. ഇതിന്റെ ഇടയ്ക്ക് ഉമ്മ മരിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് അല്ലേ? അങ്ങനെയല്ലേ സംഭവിക്കാറുള്ളത്? തിരിച്ചു പോരുമ്പോ ബേജാറിഞ്ഞിപ്പോ ഞാൻ പോന്നിട്ട് ഉമ്മാക്കിട്ട് പോന്നതിന് ശേഷം മരിക്കേ, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ ഉമ്മ ആയുസ് കിട്ടി ആഫിയത്തോടു കൂടെ വീട്ടിൽ തിരിച്ചെത്തിയ പടച്ചോന ടിക്കറ്റിന്റെ കാശൊക്കെ എത്രയാ പോയത്. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. ഇതൊന്നും ഉമ്മാക്ക് ചെയ്യുന്ന സേവനമായിട്ടില്ല. നമ്മുടെ മനസ്സിൽ ഉമ്മ മരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മനസ്സിൽ അവർ മരിച്ചു കിട്ടണം എന്ന, അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുമല്ലോ എന്നുള്ള ആശ്വാസം. അല്ലാതെ കുറച്ചല്ലേ ഉള്ളൂ, ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞാൽ മരിക്കുമല്ലോ. നിന്റെ ഉമ്മ നോക്കിയത് അങ്ങനെയല്ല. എന്റെ കുട്ടി ഒരുപാട് ജീവിക്കണം, അതിനാ നല്ല ഫുഡ്, നല്ല ഭക്ഷണം അല്ലേ, കണ്ടാമിനേറ്റഡ് ഭക്ഷണം കൊണ്ടുവരുന്നില്ല വാപ്പയുമ്മ. എന്റെ കുട്ടിക്ക് അസുഖം വരരുത്, മരിച്ചു പോകണ്ട, എന്ത് ചെയ്യാ, കുട്ടിക്ക് നല്ല ആരോഗ്യം വേണം, നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, എല്ലാം നല്ല ക്വാളിറ്റി. ഇതൊക്കെ ഉമ്മ ചെറുപ്പത്തിൽ ചെയ്തത് അങ്ങനെയാണ്. നീ വാർദ്ധക്യത്തിൽ ചെയ്തു കൊടുക്കുന്ന അങ്ങനെ അല്ലല്ലോ, വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഉമ്മക്ക് ഹക്ക് നീ വീട്ടി എന്ന് പറയാനായിട്ടില്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അല്ലാഹ്. മഹാന്മാരായ സലഫ് സ്വാലിഹീങ്ങൾ നേരം വെളുത്താൽ വാപ്പയോട് ഉമ്മയോട് വന്ന് പറയും, യാ അബത്തി, അല്ലെങ്കിൽ യാ ഉമ്മ, ഉമ്മ അല്ലെങ്കിൽ എന്റെ വാപ്പ, യർഹമുകല്ലാഹ് കമാ റബ്ബൈതനി സഗീറാ. വാപ്പ, നിങ്ങൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ വളർത്തിയല്ലോ, ചെറുപ്പത്തിനുള്ള റഹ്മത്ത്. വാപ്പ എന്നെ കുറെ അടിച്ചിട്ടുണ്ട്, അതൊന്നുമല്ല പറയണം, നിങ്ങളെ വളർത്തിയിട്ടുണ്ടല്ലോ, മതി, അടിച്ചോട്ടെ, ഒന്നും കുഴപ്പമില്ല, നിങ്ങളെ വളർത്തിയിട്ടുണ്ടല്ലോ. യാ അബതി യർഹമുകല്ലാഹ് കമാ റബ്ബൈതനി സഗീറാ. വാപ്പയെ കാണും പറയണം, വാപ്പ എന്ന് രാവിലെ, നിങ്ങൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, നിങ്ങൾ എന്നെ വളർത്തിയില്ലേ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ വാക്കാണത്. ഉമ്മയ്ക്കും വാപ്പയ്ക്കും നല്ലത് പറഞ്ഞു കൊടുക്കുക, നല്ലത് പറയുക അവരോട്. അപ്പൊ വാപ്പ തിരിച്ചു പറയും, യാ ബുനയ്യ, അല്ലയോ മോനെ, വഅൻത യർഹമുകല്ലാഹ്, അല്ലാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ, കമാ ബറർതനി കബീറാ, എനിക്ക് പ്രായം വന്നപ്പോൾ നീ എന്നെ നോക്കിയില്ലേ, ഇൻഷാ അല്ലാഹ് ഇതിന് പകരം മോൻ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് വാപ്പ തിരിച്ചും മറുപടി പറയാറുണ്ട്. സ്വാലിഹീങ്ങൾ അങ്ങനെ നിരന്തരം അവരുടെ വാപ്പമാരോട് എന്നും ദിവസം രാവിലെ കാണുമ്പോൾ ഇങ്ങനൊരു വാക്ക് പറയാതെ പോകാറില്ല. യാ അബതി യർഹമുകല്ലാഹ് കമാ റബ്ബൈതനി സഗീറാ, ഞാൻ കുട്ടിയായിരുന്നപ്പോ നിങ്ങൾ എന്നെ വളർത്തിയില്ലേ, അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. അപ്പൊ വാപ്പ തിരിച്ച് മോനും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, എനിക്ക് പ്രായമായപ്പോ മോൻ എന്നെ റഹ്മത്ത് ചെയ്തില്ലേ, അല്ലാഹു ചെയ്യട്ടെ. അതൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റാതെ മരിച്ചുപോയ ഉമ്മയും വാപ്പയെ കൊണ്ടെങ്കിൽ ആലോചിച്ചു നോക്കി. മാ ബറ
മാ ബർറ വാലിദൈഹി മൻ നദറ ഇലൈഹിമാ ബിഉൻഫിൻ. ദേശത്തോടുകൂടെ ഒരു ദേശപ്പെട്ട ഒരു നോട്ടം വാപ്പയോടോ ഉമ്മയോടോ കണ്ണുകൊണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ ഉമ്മാക്കും വാപ്പാക്കും നന്മ ചെയ്തിട്ടില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പയോടും ഉമ്മയോടും ദേഷ്യപ്പെട്ട ഒരു നോട്ടം അവരുടെ മുഖത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു, നീ ചെയ്തില്ല. നന്ദികേട്, ഭയങ്കര നന്ദികേടല്ലത്. നമുക്ക് വിസെടുത്തൂടെ കൊണ്ടുവന്ന ആളോട് നമ്മൾ നോക്കൂ അങ്ങനെ നോട്ടം? നമുക്ക് വിസെടുത്തുന്ന ആളോട് അങ്ങനെ നോക്കുവോ? ഗൾഫ് പറയാൻ പറ്റിയ ഉദാഹരണം തന്നെയല്ലേ? ആ നോട്ടം നോക്കൂ നമ്മള്? നമ്മുടെ ഒരു സീനിയർ ഓഫീസറാന്ന് വിചാരിക്കും, നമ്മൾ നോക്കുവോ? ഇല്ല. പിന്നെ ആരാ? നമ്മുടെ ജന്മത്തിന്റെ കാരണക്കാരാ. അതുകൊണ്ടാണ് ഹബീബിന്റെ മുമ്പിലേക്ക് പ്രായമുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് പ്രായമുള്ള ഒരു മനുഷ്യന്റെ കൈപിടിച്ച് ഒരു ചെറുപ്പക്കാരൻ നടന്നു വരുമ്പോൾ നബി തങ്ങൾ ചോദിച്ചു, ഇയാൾ ആരാണ്? അബത്തി, എന്റെ വാപ്പയാണ് നബിയെ. എങ്കിൽ ലാ തംശി ബൈന അബവൈക, നിന്റെ ഉമ്മയുടെയോ വാപ്പയുടെയോ മുമ്പിൽ നീ നടക്കരുതേ. വാപ്പാന്റെ ഉമ്മാന്റെ മുമ്പിൽ നടക്കരുത്. ഒരു മുമ്പിൽ നടന്നോട്ടെ, ഒരു പിന്നിൽ നീ പോ. അതൊരു അദബാണെന്നാ. ഉമ്മയുടെ മാപ്പയോടും ചെയ്യുന്ന അദബാണെന്ത്? അവരുടെ മുമ്പിൽ നടക്കാതിരിക്കുക. അവര് മുമ്പിൽ നടക്കട്ടെ, നമ്മൾ ബാക്കിലാവേണ്ടത്, നമ്മൾ മുമ്പിൽ നടക്കരുത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, എത്ര പ്രായമായാലും ഏത് വലിയ മനുഷ്യനായാലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു അമലുണ്ട്. നിങ്ങൾ എത്ര വലിയ സ്ഥാപനങ്ങളുടെ മുതലാളിയോ എത്ര വലിയ ശമ്പളം കിട്ടുന്ന ആളോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ വീട്ടിലിരിക്കുന്ന സമയത്ത്, വിശ്രമിക്കുന്ന സമയത്ത്, വീട്ടിലെ കസേരയിലോ സോഫയിലോ ഇരിക്കുന്ന നേരത്ത് നിങ്ങളുടെ ഉമ്മയോ വാപ്പയോ പുറത്തു പോയിട്ട് വീട്ടിലേക്ക് കടന്നു വരികയാണെങ്കിൽ അവർ കടന്നു വരുമ്പോൾ അവർക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കൽ ഏതൊരു മനുഷ്യന്റെയും ബാധ്യതയാണ്. വാപ്പയുമ്മയും എത്ര ചെറുതായിക്കോട്ടെ, നിങ്ങൾ എത്ര വലുതായിക്കോട്ടെ, ആ വരുന്ന വരവിൽ ബഹുമാന പുരസ്സരം എഴുന്നേറ്റ് നിൽക്കണമെന്ന് നബിയിൽ നിന്ന് ദീൻ പഠിച്ച മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. കുട്ടികളൊക്കെ എപ്പോഴും ഗെയിമും കളിച്ചങ്ങനെ ഇരിക്കും അല്ലേ? സലാം പോലും മടക്കൂല. എന്തോ ഒരു വല്ലാത്ത ലോകാണ് ഇതിലെ. അവരങ്ങനെ മൊബൈൽ കളിച്ചിരിക്കുകയാണ്. അവർക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക, അവരുടെ മുമ്പിൽ നടക്കാതിരിക്കുക. ഉഫ് എന്ന് പറയല്ലേ നമ്മൾ എപ്പോഴും കേൾക്കുന്ന സംഗതി? ഉഫ് എന്ന് പറഞ്ഞാൽ എന്താ? ദേഷ്യപ്പെട്ട് പറയാം, എന്തോ പറയാനുണ്ട് പക്ഷെ പറയണില്ല എന്ന ആ ഒരു ദേഷ്യത്തിന്റെ അതുപോലും പാടില്ല എന്നാ. അതുപോലും പാടില്ല. പിന്നല്ലേ പറയല്? വല്ലതും പറയാൻ തോന്നുമ്പോ പിടിച്ചു നിർത്തൂലേ? അപ്പോഴാണ് ഉഫ് എന്ന് പറഞ്ഞ വാക്ക് വരെ അറബിയില്. നമ്മ അറബിയിലല്ലാത്തോണ്ട് വരുന്നില്ല എന്ന് മാത്രം. അതുപോലും വലാ തഖുൽ ലഹുമാ ഉഫിൻ പറയല്ലേ, അവരോട് അങ്ങനെ പറയാൻ പാടില്ലേ? ഇതൊക്കെ അല്ലാഹു തആല നിരന്തരമായി പറഞ്ഞുതരാണ്. എന്തിനെന്നറിയോ? ومن نعمره ننكسه في الخلق أفلا يعقلون. നിന്റെ മസിലുകളും നിന്റെ പേശിയും എല്ലാം ദുർബലമായി നിനക്ക് അല്ലാഹു ദീർഘായുസ് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഉമ്മയോ ബാപ്പയോ എത്തിയ ഇതേ സ്ഥാനത്തേക്ക് നീയും എത്താൻ പോകുന്നുണ്ട്. നീയും ഇതേ സ്റ്റേജിലേക്ക് പോവാണ്. നിന്നെ പോലെ സുമുഖനായിരുന്നു നിന്റെ വാപ്പ, നിന്നെ പോലെ സുന്ദരിയായിരുന്നു മോളെ നിന്റെ ഉമ്മ. പക്ഷെ ഇന്നിപ്പോ വല്യുമ്മയായിട്ടുണ്ട്, ഉമ്മാക്ക് വാർദ്ധക്യം വന്നിട്ടുണ്ട്. നിനക്ക് ആയുസുണ്ടെങ്കിൽ ഈ ഉമ്മയുടെ കോലത്തിലേക്ക് നെറ്റിയും മുഖവും എല്ലാം തൊലിയൊക്കെ ചുളിഞ്ഞ് ഭംഗിയെല്ലാം നഷ്ടപ്പെട്ട് ഒന്നിനും കഴിയാതെ ഇരിക്കാനും നടക്കാനും പറ്റാത്തൊരവസ്ഥയിലേക്ക് മോളെ നീയും വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് പ്രായമുള്ള ഉമ്മയെ ബഹുമാനിച്ചാൽ നിന്നെ സഹായിക്കാൻ വാർദ്ധക്യത്തിൽ ഒരാളെ അള്ളാഹു ഏർപ്പാട് ചെയ്യും. ബിർറു ആബാഅകും യബുർറുകും അബ്നാഉകും ഇഫു തഇഫ്ലുകും അസ്വാജുകും. നിങ്ങൾ വ്യഭിചരിക്കാതിരുന്നാൽ നിങ്ങളുടെ ഭാര്യമാരെ വ്യഭിചരിക്കൂല. നിങ്ങൾ ചാരിത്രശുദ്ധി പാലിച്ചാൽ നിങ്ങളുടെ കുടുംബം ചാരിത്രശുദ്ധി പാലിക്കും. ബിർറു ആബാഅകും യബുർറുകും അബ്നാഉകും. നിങ്ങൾ വാപ്പയോട് ഉമ്മയോട് നല്ല നിലക്ക് പെരുമാറിയാൽ നിങ്ങളുടെ മക്കളും നിങ്ങളോട് നല്ല നിലക്ക് പെരുമാറും. വാപ്പയോടോ ഉമ്മയോടോ സ്വന്തം മക്കളുടെ മുമ്പിൽ വെച്ച് ഉറക്കയോ ദേഷ്യത്തിലോ സംസാരിക്കുന്നവർ അവർ ഇൻഡയറക്റ്റായി പഠിപ്പിക്കുന്നത് മക്കളെ വലുതാകുന്ന കാലത്ത് നിങ്ങളൊക്കെ വലുതായി വന്നാൽ എന്നോടും ഇങ്ങനെ പെരുമാറിയാൽ മതി എന്ന ഒരു
വാക്കുകൊണ്ട് പറഞ്ഞില്ലെങ്കിൽ തന്നെയും അതാണ് സ്വന്തം മക്കളെ ഇയാളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മക്കളെ ഉമ്മയോടങ്ങനെ പറയാൻ പാടില്ല, വാപ്പയോടങ്ങനെ പറയരുത്, സ്വരം താഴ്ത്തണം, ശബ്ദം താഴ്ത്തി സംസാരിക്കണം, ഉമ്മയോട് വാപ്പയോടങ്ങനെ പറയരുതേ. ഇത് ചെറുപ്പത്തിലേ പഠിപ്പിച്ചു കൊടുക്കണം മക്കൾക്ക്. നമ്മള് കൊച്ചു കുട്ടികൾ വളർന്നു വരുമ്പോ വാപ്പ ഉമ്മക്ക് സപ്പോർട്ട് ചെയ്യണം, ഉമ്മ വാപ്പയെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്. നമുക്കൊക്കെ മക്കളുണ്ടെന്നല്ലാതെ നല്ലൊരു വാപ്പാവാൻ പറ്റിയിട്ടുണ്ടാവില്ല. നല്ല വാപ്പാവല് പിന്നെ വെല്ലിപ്പാവുമ്പോഴാ. അപ്പൊ മക്കളോട് ഭയങ്കര സ്നേഹം. വെല്ലിപ്പാനും വെല്ലിമാനും കുട്ടിക്ക് ഭയങ്കര ഇഷ്ടാകാരം ഉമ്മായി വാപ്പയേക്കാളോ. എന്തെന്നറിയോ, വെല്ലിപ്പാക്കും വെല്ലിമാക്കും അന്ന് മനസ്സിലായി ഞാൻ എന്റെ കുട്ടികളെ വളർത്തിയത് ശരിയായിട്ടില്ല, സ്നേഹത്തിലാണ് വളർത്തേണ്ടത്. അപ്പൊ നമുക്കിത് മനസ്സിലാവും. നമ്മൾ വെല്ലിപ്പി വെല്ലിമ്മയൊക്കെ ആകുമ്പോ എന്തെങ്കിലും ഒരു അതപകേട് ഉമ്മയോട് പറഞ്ഞാൽ വാപ്പ ഒറ്റക്ക് വിളിച്ച് മക്കളോട് പറഞ്ഞു, പിന്നെ ആ പറഞ്ഞ ശരിയായിട്ടില്ല കേട്ടോ, ഉമ്മയോട് അങ്ങനെ പറയരുതേ, ഉമ്മയോട് മെല്ലെ പറയാവോ. വാപ്പയോട് കുട്ടി എന്തെങ്കിലും തിരിച്ചു പറഞ്ഞു, വാപ്പ ചിലപ്പോ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, പിന്നെ വാപ്പയോട് അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ, അത് ഉപ്പയാണ്, ഉപ്പയോട് അങ്ങനെ പറഞ്ഞ അള്ളാഹ്ക്ക് ഇഷ്ടാവില്ലേ. അള്ളാഹ്ക്ക് ഇഷ്ടാവണമെങ്കിൽ ഉപ്പയോട് അങ്ങനെ നല്ല സ്നേഹത്തിൽ പറയണം, ശബ്ദം താഴ്ത്തണം, അങ്ങനെ എതിർത്ത് പറയരുത്. ഉമ്മ പറഞ്ഞു കൊടുക്കുക, ഉമ്മക്ക് വല്ലതും ചെയ്ത ഉപ്പ പറഞ്ഞു കൊടുക്കുക, ഉപ്പയോട് വല്ലതും ചെയ്ത ഉമ്മ. ഇങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് കുട്ടികളെ കൊണ്ടുപോയെങ്കിലേ സംഗതി ശരിയാവുള്ളൂ. അല്ലാതെ വാപ്പയോട് കുട്ടി, വാപ്പ വലിയ ജോലിന്റെ ആളാ, അത് പറഞ്ഞോണ്ടിടേനും കുഴപ്പമില്ല, നമ്മളിപ്പോ 21-ാം നൂറ്റാണ്ടിലല്ലേ, പിന്നെ ആ കുട്ടിനെ നന്നാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഉമ്മയും വാപ്പയും കുട്ടികൾ പേര് വിളിച്ച് പഠിപ്പിക്കരുത്. നിങ്ങളെ സ്വന്തം പേര് വിളിക്കാൻ പഠിപ്പിക്കരുത്. യാ അബത്തി, വാപ്പ അല്ലെങ്കിൽ ഉമ്മ. ആ ഒരു പേരല്ലാതെ വാപ്പയുടെ പേര് ഖാലിദ് എന്നാണ്. ഖാലിദേ, കുട്ടിയെ വിളിക്കണതേ. വിളിക്കാൻ കാരണം എന്താ? വീട്ടിലുള്ളവരൊക്കെ വിളിച്ചു കേട്ടിട്ടുണ്ട്, അങ്ങനെ കുട്ടിയെ വിളിക്കാൻ തുടങ്ങാണ്. അത് തിരുത്തി കൊടുക്കണം, അങ്ങനെ വിളിപ്പിക്കരുത്. ഉമ്മയുടെ നേരെ പേര് വിളിക്കുക, ഫാത്തിമാന്നോ ആമിനാന്നോ കുട്ടിനെ നേരെ വിളിക്കുകയാണെന്ന് വാപ്പ അങ്ങനെ വിളിക്കാറുള്ളത് ഉമ്മയെ. അപ്പൊ കുട്ടി കേട്ടിട്ട് വിളിക്കുകയാണ്. അപ്പൊ അങ്ങനെ ആവരുത്. ഒരിക്കലും ഒരു മക്കൾ വാപ്പയുടെ ഉമ്മയുടെ പേര് വിളിക്കുന്ന അവസ്ഥ വരരുത്. ഭാര്യമാർ ഭർത്താക്കന്മാരുടെ പേര് വിളിക്കരുതെന്ന് ഇനി എത്ര വലിയ അഡ്വാൻസ് ആണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിലും ചെയ്യാൻ പാടില്ലാത്ത സംഗതിയാണ്. അന്ന് അതപുകേടാണ്. അതൊന്നും ആകെ സിനിമാ സംസ്കാരമാണ്, നമ്മുടെ സംസ്കാരമല്ല. ഭർത്താവിനെ ബഹുമാനത്തിന്റെ വാക്കോ, അവർക്ക് ഇഷ്ടപ്പെടുന്ന വാക്കോ, ഓമന പേരോ അങ്ങനെ വിളിക്കാൻ പാടുള്ളൂ എന്നാ. ഒരിക്കലും പേര് വിളിക്കരുത്. എടാ പോടാന്നൊക്കെ ഇപ്പോഴത്തെ സംസ്കാരമാണ്, ഫിലിം സംസ്കാരമാണ്. നമുക്കത് പാടില്ലാത്തതാണ്, നമുക്കത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അല്ലാഹു നമുക്ക് നല്ല ബോധം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ വമൻ നുഅമ്മിറുഹു നുനക്കിസുഹു ഫിൽ ഖൽഖി ഫലാ യഅഖിലൂൻ. നിങ്ങൾ ആലോചിക്കുന്നില്ലേ, ദീർഘായുസ് കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ പ്രകൃതിയിലും സ്വഭാവത്തിലും ശരീരത്തിന്റെ ഓരോരോ ഘടനയിലും അള്ളാഹു തിരിച്ചുപോക്ക് വെക്കുന്നുണ്ട്. അങ്ങനെ ഒരു തിരിച്ചുപോക്കിനേക്കുള്ള യാത്രയിലാണ് നിങ്ങളെന്ന് ഓർമ്മ വരുന്നില്ലേ? സൂര്യൻ ഉദിച്ച് അസ്തമിക്കണ പോലെ ഇത് നമ്മൾ ഡെയിലി കാണുകയാണ്. ഇതൊരു ജീവിതത്തിന്റെ ചിത്രമാണ്. സൂര്യൻ ഉദിച്ചു വരുന്നു, ആ ചെറിയ നല്ല സുന്ദരമായ ആ ഒരു സൂര്യന്റെ കിരണങ്ങൾ അല്ലേ, എന്തൊക്കെയാണ് നല്ല നല്ല സാഹിത്യവും നല്ല നല്ല വാക്കുകളൊക്കെ ഉപയോഗിച്ച് കവികളൊക്കെ വർണ്ണിക്കുന്ന ആ ഒരു പ്രഭാതാർക്കന്റെ ആ ഒരു കതിരുകൾ എന്നൊക്കെ പറയുന്ന സ്വർണ്ണ കതിരുകൾ വിടർത്തി. എനിക്ക് നല്ല മലയാളം ഒന്നും അറിയില്ല, ഏതായാലും അങ്ങനത്തെ ഒരു എന്തോ ഒരു രസമുള്ള സ്ഥലമാണ്. ആ ഒരു രാവിലെ ഇങ്ങനെ ഡ്യൂട്ടിക്കൊക്കെ ഡ്രൈവ് ചെയ്ത് പോണോല്ലേ, ഈ ഡ്രൈവ് ചെയ്ത് പോകുമ്പോ ഒന്നും കാണൂല, അങ്ങനെ കുഴപ്പമുണ്ട്. നമ്മുടെ റോഡ് സൈഡിലൊക്കെ എത്ര നല്ല പൂക്കളുണ്ട്, എത്ര പച്ചപ്പുണ്ട്, നമ്മൾ വല്ലതും കാണൂല. ഇപ്പുറത്തിരുന്ന് പോകുമ്പോൾ ചിലപ്പോ കണ്ടെന്ന് വരും, അല്ലാ ഇത്ര ഭംഗിയൊക്കെ ഉണ്ടോ നമ്മുടെ നാട്ടിലത്തെ റോഡിനൊക്കെ. നമ്മുടെ നാട്ടിലത്തെ അല്ല, ഇവിടുത്തെ നമുക്ക് കാണാൻ പറ്റണില്ല, ആസ്വദിക്കാൻ പറ്റണില്ല അല്ലേ. രാവിലെ കടന്നുറങ്ങുന്നവർക്ക് ആ പ്രഭാതത്തിന്റെ ആ സുബഹിന്റെ ഒരു ഭംഗി കാണാൻ പറ്റുന്നുണ്ടാവില്ല. സുബഹിസ്കരിക്കാത്ത കടന്നുറങ്ങുന്നവർക്ക് അല്ലെങ്കിൽ നിസ്കരിച്ചിട്ട് കടന്നുറങ്ങുന്നവർക്ക് എന്തോ ഒരു ഭംഗിയുള്ള സമയമാണെന്നത്. ദുന്യാവിലെ ഏത് മനുഷ്യനുണ്ടാക്കിയ മാൻമെയ്ഡ്, മനുഷ്യന്റെ എന്തെല്ലാം കഴിവുകൊണ്ട് ഉണ്ടാക്കിയ സിദ്ധികളുണ്ടോ, കെട്ടിടങ്ങളുണ്ടോ, പാർക്ക്, ഇതിനേക്കാളൊക്കെ ഭംഗിയാണ് ആകാശത്തിനെന്ന. ഭയങ്കര ഭംഗി, അപാര സൗന്ദര്യമാണ്. ഓരോ ദിവസവും കുറച്ച് മേഘം അവിടെ ഉണ്ടാവും, പിറ്റേന്ന് മേഘം ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു ഫോഗ്, ചിലപ്പോൾ സൂര്യന്റെ കിരണം വളരെ ബ്രൈറ്റ് ആയിട്ട്, ചിലപ്പോൾ ഒന്ന് ഡിമ്മായിട്ട്, ചിലപ്പോൾ ഒന്ന് റെഡിഷ് ആയിട്ട്. ഇങ്ങനെ എന്തൊരു മനോഹരമാണ്. ഒരു കുട്ടി ജനിക്കണ പോലെ മെല്ലെ ഇങ്ങനെ വരികയാണ്. മെല്ലെ വന്ന് 10 മണി സമയമാകുമ്പോ കുട്ടിക്ക് 15 വയസ്സായി. നട്ടുച്ചയാകുമ്പോ ആൾക്ക് 25 മുതൽ 35 വയസ്സായി. അസറാകുമ്പോഴേക്ക് 40-45, മഗ്‌രിബാവുമ്പോഴേക്ക് 65-70 മരിച്ചു. പിന്നെ ഇരുട്ടിലേക്ക്, ഖബറിലേക്ക് പോവാണ്. ഈ ഒരു കാഴ്ച നമ്മുടെ ഡെയിലി അള്ളാഹു കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഉദിച്ചു വരും കേട്ടോ.
രാവിലെ വരുമ്പോ വല്ല ഉന്മേഷമൊന്നുമില്ല, കുട്ടിക്ക് നടക്കാൻ വയ്യ. കാരണം രാവിലത്തെ വെയിൽ വളരെ ചെറിയ പ്രസവിച്ച കുട്ടികൾക്ക് വരെ മഞ്ഞ നിറം പോകാനെ കാണിച്ചു കൊടുക്കൂലേ, അത്രയും വളരെ ലൈറ്റായ കനം കുറഞ്ഞ വെയില. അപ്പോ ചെറിയ കുഞ്ഞിനെ പോലെ വന്നിങ്ങനെ പിന്നെങ്ങനെ ചൂട് പിടിച്ച് നട്ടുച്ച നേരത്തെ ഒരു ആക്റ്റീവിന്റെ സമയമുണ്ട്. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ പറഞ്ഞ എറിഞ്ഞു വിളിക്കണ പ്രായം എന്നൊക്കെ പറഞ്ഞ ആ ഒരു കാലത്തേക്കാണ് എത്തിപ്പൊളിച്ച് നടന്ന് അസറാവുമ്പോഴേക്കും ഒരു കൊളസ്ട്രോളൊക്കെ വന്ന് മഗ്‌രിബാവുമ്പോഴേക്കും കഴിഞ്ഞു എന്ന് പറയും. ഈ ഒരു ജീവിതം ഡെയിലി ഇങ്ങനെ പഠിച്ചോ കാണിച്ചു തരാണ്. പിന്നെ കളിക്കേണ്ട കേട്ടോ, ഇത് ഉദിച്ചിട്ടുണ്ട്, ഇതിവിടെ അസ്തമിക്കാൻ പോവാണ്, ഉദിച്ചിട്ടുണ്ട്, അസ്തമയം വരുന്നുണ്ട്. ഇതിങ്ങനെ ആ ഒരു സ്റ്റെപ്പാണ് നേരെ. ചെടികൾ അങ്ങനെയാണ്, എല്ലാ സംഗതി അങ്ങനെയാണ്. തുടക്കവും അവസാനവും കൊടുത്തിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ഇതൊന്നും ശാശ്വതമല്ല എന്ന്? അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, യാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അല്ലയോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, കുൻ ഫിദ് ദുനിയാ കആബിരി സബീൽ, നിങ്ങൾ ഒരു വഴി ക്രോസ് ചെയ്യുന്ന ആളെ പോലെ ആയേക്കണം. മുസാഫിർ തൊവീൽ എന്നല്ല, വഴിയിൽ നിരന്തരം യാത്ര പോകുന്ന ആളെന്നല്ല, ഒരു റോഡ് ക്രോസ് ചെയ്യുന്ന ആള്. നമ്മളിപ്പോ ഒരു സിഗ്നൽ ക്രോസ് ചെയ്യാണ്, ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോ നമ്മൾ ആദേശ് ചെയ്യുന്ന വരുന്നവരോ അങ്ങോട്ട് പോകുന്നവരോ അന്ന് റോഡ് സിഗ്നൽ ക്രോസ് ചെയ്യും. ആബിർ സബീൽ ക്രോസ് ചെയ്യാൻ അത്ര ഒരു ചെറിയൊരു ഷോർട്ട് പീരീഡിലേക്ക് വന്നിരിക്കുകയാണ് നമ്മളിവിടെ. കാരണം നമ്മൾ റോട്ടിൽ പാർക്കാൻ വന്നവരല്ല. നമ്മൾ എന്ത് ചെയ്യുക, ആ ഗ്രീൻ തീരുമ്പോഴേക്കും റോഡ് മുറിച്ചടക്കണം, ആയുഷ് തീരുമ്പോഴത്തേന് ഭൂമി കൂടെ നടന്നു പോകണം, അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു ചെറിയ ജീവിതത്തിന് വന്നതാണ് എന്ന ബോധം വേണം കേട്ടോ. അബ്ദുല്ലാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ومن نعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين. ആർക്കൊക്കെയാണോ അള്ളാഹു ആയുസ് കൊടുക്കുകയും അവർക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു അവസരം നൽകുകയും ചെയ്യുന്നവർ, ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ഖൈറായവർ അവരാണ്. അവർക്ക് അള്ളാഹു ഖൈർ ചെയ്തിട്ടുണ്ട്. വാർദ്ധക്യം ഒരിക്കലും ഇരിക്കാനുള്ള സമയമല്ല. വാർദ്ധക്യം സംഭവിച്ച് ഒരുപാട് അസുഖം വന്ന് മനുഷ്യന്റെ ശരീരത്തിന് താങ്ങാൻ പറ്റാത്ത പെയിന് വന്ന് മരിക്കണേ എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് പോലും മരണം അള്ളാഹുവിനോട് ചോദിക്കരുതേ. മരണം ചോദിക്കാൻ പറഞ്ഞത് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തൊരു സമയം വന്നു. ഒരിക്കലും നിസ്കരിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു ചുറ്റുപാടുകൾ വന്നു, ശരീരത്തിനല്ല ചുറ്റുവശത്ത്. ഇസ്ലാം ജീവിക്കാൻ പറ്റാത്തൊരു ഭരണകൂടമോ മറ്റോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദുആ ചെയ്യാം. اللهم أحيني ما كانت الحياة خيرا لي وأمتني ما كانت الممات خيرا لي. ജീവിതം ഖൈറാണെങ്കിൽ ജീവിപ്പിക്കൂ റബ്ബേ, മരണം ഖൈറാണെങ്കിൽ മരിപ്പിക്കണേ റബ്ബേ. അങ്ങനെ ഒരു അങ്ങേയറ്റത്തെ പെയിൻ വന്നു കഴിയുന്ന ഒരു പ്രായം, പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള അസുഖം വന്നവരൊക്കെ ഒരു മേഴ്സി കില്ലിംഗ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്. യൂറോപ്പുകാർ കൊണ്ടുവന്നതാ. 1953 മറ്റോ ആണ് അവർ തുടങ്ങി വെച്ചത്. മേഴ്സി കില്ലിംഗ്, കാരുണ്യവധം അല്ലെ, കരുണാവധം എന്നൊക്കെ പറയാ. എന്ന് പറഞ്ഞാൽ ഇയാളിന് ബുദ്ധിമുട്ടാണ്ട് മരിച്ചോട്ടെ, മരിക്കാനുള്ള ഇഞ്ചക്ഷൻ ചെയ്ത് കൊടുക്കുക, അത് മരിച്ചോട്ടെ. ചെയ്യാൻ പറ്റുമോ മുസ്ലിമിന്? ഒരു മനുഷ്യനോട് ചെയ്യാൻ പാടുണ്ടോ? പാടില്ലാത്ത സംഗതിയാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അള്ളാഹുവാണ് അത് ചെയ്യുന്നത്. അള്ളാഹു എടുക്കുന്നവരെ വകാന അല്ലാഹു ബികും റഹീമാ ലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കൊല്ലരുതേ. ഇന്നല്ലാഹ കാന ബികും റഹീമാ, അള്ളാഹു നിങ്ങളോട് റഹ്മത്ത് ചെയ്യുന്നവനാണ്. നിങ്ങൾ കൊല്ലല്ലേ, നിങ്ങളെ കൊല്ലരുത്. ആത്മഹത്യാപരമായ കാര്യങ്ങൾ ചെയ്യരുത്. മരണം സംഭവിക്കുമെന്ന് തോന്നുന്ന ഡേഞ്ചറുള്ള ചില ഗെയിമുകൾ നിങ്ങൾ ചെയ്യാൻ പാടില്ലെന്നാണ്. മരണം സംഭവിക്കുന്നു ഉറപ്പാണ്. അങ്ങനത്തെ ചാതി അഡ്വഞ്ചർ അതൊന്നും ചെയ്യണ്ട. വളരെ അപകടകരമായി നമ്മൾ വാഹനം ഓടിക്കുന്നത്, നമ്മുടെ ആക്സിഡന്റ് വരുത്തി വെക്കും എന്ന് തോന്നുന്ന രീതിയിലുള്ള പോക്ക് ചെയ്യണ്ട. ലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ കൊല്ലരുത്. മേഴ്സി കില്ലിംഗ് പാടില്ല എന്നതിനർത്ഥം. നിങ്ങൾ എന്ത് ചെയ്യുക? ദയാവധം ചെയ്യണ്ട, ദയാവധം ചെയ്യരുത്. ജീവൻ കൊടുത്തത് അള്ളാഹുവാണ്, എടുക്കുന്നതും അള്ളാഹുവാണ്. നമുക്ക് ശരീരത്തിന്റെ ഘടനയെ ബ്രേക്ക് ചെയ്യാമെന്നല്ലാതെ മരിപ്പിക്കാൻ പറ്റുമോ? മരിപ്പിക്കാൻ പറ്റൂല. മരിപ്പിക്കാൻ മനുഷ്യന് കഴിയുമായിരുന്നെങ്കിൽ ജീവനുള്ള മനുഷ്യനോട് കിടത്തിയിട്ട് ഒന്നും ആ ശരീരത്തിലേക്ക് ചെയ്യാതെ റൂഹിനെടുക്കാൻ പറ്റണം. നമുക്ക് കഴിയില്ല.
നമുക്ക് കഴിയും. നമുക്ക് ഒരാളെ കൊന്നു അല്ലെങ്കിൽ വധിച്ചു, കഷ്ണം കഷ്ണാക്കി, നിന്റെ കർത്തം മരിപ്പിച്ചു എന്നല്ല, മരിപ്പിച്ചത് അള്ളാഹുവാണ്. നിങ്ങൾ ആ ബോഡിയുടെ സ്ട്രക്ചർ തകർത്തു. ആ റൂഹ് നിലനിൽക്കാൻ അള്ളാഹു പറഞ്ഞൊരു ഘടനയുണ്ട്, ആ ഘടന നിങ്ങൾ തകർത്തു കളഞ്ഞു. അപ്പൊ റൂഹ് മലക്കുകൾ കൊണ്ടുപോയത്. നിങ്ങൾക്ക് മരിപ്പിക്കാൻ കഴിയുമെങ്കിൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിനോട് നടത്തിയ ഡയലോഗ് അങ്ങനെയാണ്. നമ്രൂദ് എന്ന് പറഞ്ഞു, എനിക്കും ജീവിപ്പിക്കാനും മരിപ്പിക്കാനും പറ്റും. ഇബ്രാഹിം നബിന് മറുപടി പറയാൻ നിന്നില്ല. എന്നത് മണ്ടത്തരാണ് പറയുന്നത്. അപ്പോഴാ എന്റെ റബ്ബ് കിഴക്കുന്ന് സൂര്യനെ ഉദിപ്പിക്കുന്നു, ഈ പടിഞ്ഞാർന്ന് കൊണ്ടുവാ. അപ്പൊ ഉത്തരം മുട്ടിയെന്ന്. കാരണം മനുഷ്യനെ മരിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഒരു മനുഷ്യനെ ഒന്നും തൊടാതെ, ഒരു മരുന്നും കൊടുക്കാതെ, ഒരു കുത്തിവെപ്പും ചെയ്യാതെ കിടക്കുന്ന മനുഷ്യന് റൂഹിനെ നീ എടുക്കാൻ പറ്റൂല. ജീവൻ അള്ളാഹു തന്നതാണ്. അള്ളാഹു തന്നെ സമയമാകുമ്പോൾ കൊണ്ടുപോകും. നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ കൊല്ലാൻ പാടില്ല. മെഴ്സി കില്ലിംഗ് നമുക്ക് പാടില്ല. ഇന്നല്ലാഹ കാന ബികും റഹീമാ. ആത്മഹത്യ ചെയ്യാൻ പാടില്ല. ആത്മഹത്യപരമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല. ഇന്നല്ലാഹ കാന ബികും റഹീമാ. അള്ളാഹു നിങ്ങളോട് റഹ്മത്ത് ചെയ്യുന്നവനാണ്. നിങ്ങൾ കാത്തിരിക്കണം. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു. ഈ ചെറിയ കുട്ടികളൊക്കെ ഭയങ്കര പ്രശ്നമാണ്. കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നപ്പത്തെ പേടി. നമ്മുടെ സീരിയൽ മുഴുവൻ ഉണ്ടാക്കിയ തോന്നിവാസം അതല്ലേ? റഹ്മാനായ റബ്ബേ, എന്തോ ഒരു വല്ലാത്ത അപകടമാണ്. കുട്ടികളോട് പോലെ ദേഷ്യപ്പെട്ട് പറഞ്ഞ പേടി ഉമ്മാക്കും വാപ്പാക്കും. കുട്ടി എന്തെങ്കിലും ഒരു ലവ് അഫെയറിൽ പെട്ടു, ആ കുട്ടിയെ പിന്മാറ്റാൻ ഉമ്മാക്കും വാപ്പം പേടി. എന്ത് ഓടുവല്ല നേരമ്പോ മുറിച്ചാളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആത്മഹത്യ ചെയ്താലോ, വാതിലടച്ചുപൂട്ടി എന്തെങ്കിലും കടുങ്കൈ ചെയ്തേക്കോ ഉമ്മാക്കും വാപ്പാക്കും. എന്തേ നമ്മുടെ മക്കളെ പറ്റി ഇങ്ങനെ ഒരു ആത്മവിശ്വാസം ഇല്ലാതായി പോയത്? കുട്ടികൾ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. കുട്ടികൾ പെട്ടെന്ന് വളരെ ഇമോഷണലാവുക. പെട്ടെന്ന് മനസ്സിന് ഉറപ്പ് നഷ്ടപ്പെട്ടു. പിന്നെ കോപ്പിയടിക്കുന്ന മുഴുവനും നടീനടന്മാർ ഓരോ ആത്മഹത്യ ചെയ്തിട്ട് പിന്നെ അടുത്ത സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെന്ന് കുട്ടികൾ മനസ്സിലാക്കണില്ല. ഇത് കോപ്പിയടിച്ചുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു വല്ലാത്ത അത്ഭുതം. ലാ തഖ്തുലൂ അൻഫുസകും. നിങ്ങൾ ആത്മഹത്യ ചെയ്യരുതേ, ആത്മയെ ഹത്യ ചെയ്യരുത്. നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ ഹതിക്കരുത്, ഹനിക്കരുത്, നശിപ്പിക്കരുത്. ഇന്നല്ലാഹ കാന ബികും റഹീമാ. എന്ത് പ്രയാസമുണ്ടെങ്കിലും അള്ളാഹു നിങ്ങളോട് കരുണയുള്ളവനാണ്. കാരുണ്യം കിട്ടുന്നവരെ ഒന്ന് കാത്തിരിക്കണം. വമൻ യഫ്അൽ ദാലിക ഉദ്വാനം വദുൽമാ. അള്ളാഹു പറഞ്ഞത് കേൾക്കാതെ അങ്ങനെ ആത്മഹത്യ ചെയ്യുകയോ, മേഴ്സി കില്ലിംഗ്, രോഗിയായി കിടക്കുന്ന മനുഷ്യനെ പെട്ടെന്ന് മരിപ്പിക്കാൻ വേണ്ടി ആ രോഗിക്ക് മരിക്കാനുള്ള മെഡിസിൻ കൊടുക്കുകയോ ചെയ്താൽ ഫസൗഫ നുസ്ലീഹി നാറ. അവനെ നാം നരകത്തിലേക്ക് കൊണ്ടുപോകും. വകാന ദാലിക അലല്ലാഹി യസീറ. അത് അല്ലാഹുവിന് ഒരു പണിയില്ലാത്ത വിഷയമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ചെയ്തേക്കണം. ശരീരത്തിൽ കിടക്കുന്ന ജീവൻ അല്ലാഹു തന്നതാണ്. ടൈമാകുമ്പോൾ അല്ലാഹു കൊണ്ടുപോകും. അത് നിങ്ങൾ നശിപ്പിച്ചു കളയല്ലേ, റൂഹ നശിപ്പിക്കല്ലേ, ശരീരം നശിപ്പിക്കല്ലേ. എത്ര പ്രായമായി കഴിഞ്ഞാലും നിങ്ങൾ മേഴ്സി കില്ലിംഗ് ചെയ്യരുതേ, ദയാവധം ചെയ്യരുതേ. മരണമാകുന്നവരെ ആ രോഗിക്ക് ആശ്വാസമാകാൻ എന്തൊക്കെ കൊടുക്കാൻ പറ്റുന്നോ, മരുന്നുകളും അല്ലാത്തതും പ്രാർത്ഥനയും മന്ത്രിച്ചൂതി കൊടുക്കുന്ന റുഖിയ ശർഈയ ചെയ്യുന്നത്, നിനക്ക് ചെയ്തിട്ട് രോഗിക്ക് ആശ്വാസം കൊടുക്കുന്നല്ലാതെ മരിക്കാനുള്ള മരുന്ന് കൊടുത്തേക്കരുതേ. അങ്ങനെ ഒരിക്കലും ചെയ്തു പോവല്ലേ. പ്രത്യേകിച്ച് മാതാപിതാക്കൾ നോക്കുന്ന വിഷയത്തിലൊക്കെ അവരൊന്നും മരിച്ചു കിട്ടണമെന്ന് പോലും ആഗ്രഹിക്കാൻ പാടില്ല. മനസ്സിന്റെ ഉള്ളിൽ അവർക്ക് ആയുസ്സിന് വേണ്ടിയാണ് ദുആ ചെയ്യേണ്ടത്. ഏത് മാരക അസുഖം വന്നാലും നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞ ദുആ എന്താണ്? ലാ ബസ് തുഹൂറുൻ ഇൻഷാ അല്ലാഹ്. സാരല്ല, ഒക്കെ ശരിയാവും, എല്ലാം ശുദ്ധമാവും, നിങ്ങളുടെ അസുഖം മാറും എന്നാണ് പറയേണ്ടത്. ഒരിക്കലും ഇനിയിപ്പൊ മാറൂല, ഇനിയിപ്പോ എന്ത് പറയാനാ, അങ്ങനെ ചിന്തിക്കരുതെന്നാണ്. അള്ളാഹുവിനെ മാറ്റി കൊടുത്തൂടെ? അള്ളാഹുവിനെ മാറ്റി കൊടുക്കാലോ. നല്ല അസുഖം മാറി ഉഷാറായിട്ട് നടന്നു, അല്ലെങ്കിൽ വളരെ ആരോഗ്യാവസ്ഥയിലേക്ക് വന്നു, പിന്നെ ഉറക്കത്തിലങ്ങ് മരിച്ചു, അങ്ങനെ ആവാലോ. മരിക്കണമെങ്കിൽ രോഗം തന്നെ വരണമെന്നില്ലല്ലോ, രോഗിയായിട്ട് തന്നെ മരിക്കണമെന്നില്ലല്ലോ. അള്ളാഹുവിനല്ലാതെ മരിപ്പിക്കാൻ പറ്റും. അപ്പോ ഏത് ആൾക്കും നമ്മൾ ജീവനാണ് ആഗ്രഹിക്കേണ്ടത്, ജീവന് വേണ്ടിയാണ് ദുആ ചെയ്യേണ്ടത്, ആയുസ്സിന് വേണ്ടിയാണ് ദുആ ചെയ്യേണ്ടത്. മരണത്തെ നിങ്ങൾ ദുആ ചെയ്യരുതേ, മരണം ചോദിക്കല്ലേ. ആർക്കൊക്കെ പ്രായാധിക്യം വന്നിട്ടുണ്ടോ അവർക്ക് നമ്മൾ പ്രാർത്ഥിച്ചു കൊടുക്കുക, അവരെ ബഹുമാനിക്കുക. പ്രായാധിക്യമെന്ന് ആരെങ്കിലും ബഹുമാനിച്ചാൽ നമുക്ക് പ്രായമാകുമ്പോ നമ്മെ ബഹുമാനിക്കാൻ ആളുണ്ടാവും. മാതാപിതാക്കൾ നിങ്ങൾ നന്മ ചെയ്യണേ,
മാതാപിതാക്കൾ നിങ്ങൾ നന്മ ചെയ്താൽ നിങ്ങളോട് നിങ്ങളുടെ മക്കൾ നന്മ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വലിയ ആശയങ്ങൾ ഈ ആയത്തിൽ പഠിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്തിരിക്കുകയാണ്. അല്ലാഹു ഇത് പ്രാവർത്തികമാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ നുഅമ്മിറുഹു നുനക്കിസുഹു ഫിൽ ഖൽഖ് അഫലാ യഅഖിലൂൻ. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, ജീവിതം വലുതാണ്, ജീവിതം അല്ലാഹു നൽകുന്ന വലിയൊരു അത്ഭുതമാണ്. ജീവിതത്തിന്റെ ഓരോരോ ഘട്ടങ്ങളെ കുറിച്ച് നാളത്തെ ആദ്യത്തെ ചോദ്യം അതാണല്ലോ. ജീവൻ നമ്മൾ വിചാരിച്ചു ദുനിയാവിലേക്ക് വന്നത് വലിയ കുടുക്കായി പോയി, ഞാൻ ജനിച്ചില്ലായിരുന്നെങ്കിൽ. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട.